കർത്താവ് പ്രാർത്ഥന കേട്ടുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയോടെ കടന്നു വന്ന എല്ലാ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്കും ദൈവമക്കൾക്കും ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും നിങ്ങളെല്ലാവരെയും ഈ ഉപവാസ പ്രാർത്ഥനയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നമ്മെ ശോധന ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനം, നമ്മെ ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇവിടെ മുഴങ്ങാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ അത്രേ എന്ന. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം ഇവിടെ ഘോഷിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഇവിടെ വ്യാപരിക്കപ്പെടും. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ ദൈവം, ഹല്ലേലൂയ, ആമേൻ, ദൈവസഭയ്ക്കെതിരെ എഴുന്നേറ്റിരിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളെയും ദൈവം അല്ലെങ്കിൽ തകർത്ത് അതിനെ സമഭൂമിയാക്കി മാറ്റും. ഹല്ലേലൂയ. വിശ്വാസമുള്ളവർ ഒന്നുകൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഇന്ന് നമുക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് ഇവിടെ അയച്ചിരിക്കുന്നത് കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ സജിത്ത് ബാബു തൊടുപുഴയാണ്. ആ പ്രിയ ദേവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ശക്തമായി ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അഭിഷിക്തനെ നമുക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അഭിഷിക്തനെ ഹല്ലേലൂയ ശുശ്രൂഷയ്ക്കായി സ്വാഗതം ചെയ്തുകൊണ്ട് ദൈവവാദപീഠത്തിലിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കരമുയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിൽ ഒരുമിച്ചായിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിച്ചല്ലോ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 14ാമത്തെ പകലിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ സർവശക്തനായ ദൈവം അടിയനെയും ഒരുക്കിയത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ അഭിഷിക്തന്മാർ കടന്നു വന്ന ദൈവജനം മുഴുവൻ പേർക്കും ക്രിസ്തീയ വന്ദനത്തെ പ്രാരംഭ നിമിഷത്തിൽ ഓർപ്പിക്കുന്നു. ഈ പകൽ ദൈവത്തിൻ്റെ അസാധാരണമായ പ്രവൃത്തികൾ ഇതിനകത്ത് വെളിപ്പെടട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വചന ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെയും ആഗ്രഹത്തോടെയും തന്നെ ആയിരിക്കുക. എത്ര പേർക്ക് ഇന്ന് പകൽ സന്തോഷമുണ്ട്? സന്തോഷമുള്ളവർ മാത്രം കരമുയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഞാനിവിടെ നിൽക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യം മുഖവരയായിട്ട് വേഗം പറഞ്ഞ് ഞാൻ വചന ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. യൗവന പ്രായത്തിൽ ദൈവത്തെ ഉയർത്തുവാൻ സർവശക്തനായ ദൈവം അടിയനെ ഒരുക്കിയതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്കറിയാം, ഞാൻ ഒത്തിരി ഉപവസിച്ചത് കൊണ്ടോ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചത് കൊണ്ടോ അല്ല ഞാനിവിടെ നിൽക്കുന്നത്. ഒരു തലമുറ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഇവിടെ എൻ്റെ പിൻപിലിരിക്കുന്ന പിതാക്കന്മാർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രട്ടിലും വെണ്ണീരിലും യഥാർത്ഥമായ ഉപവാസത്തിലും കണ്ണുനീരിലും പ്രാർത്ഥിച്ചതാണ് എന്നെപ്പോലെ തലമുറയെ സ്വർഗം എഴുന്നേൽപ്പിച്ചത്. ഒത്തിരി സന്തോഷമുണ്ട്. 51 പേരിലധികം ഇതിനകത്ത് പൂർണ്ണമായി ഉപവസിക്കുവാൻ സ്വർഗം നിയോഗിച്ചല്ലോ. ഞാൻ ഇന്ന് പകൽ വിശ്വസിക്കുന്നു, അടുത്തൊരു തലമുറ എഴുന്നേൽക്കാൻ പോകുകയാണ്. ഓ ഷാരയാം ദൽഖവനിയാദന. യേശുവിൻ്റെ നാമത്തിൽ എന്നോട് ദൈവാത്മാവ് പ്രാരംഭ മിനിറ്റിൽ പറയുന്നു, കഴിഞ്ഞ കാലയളവുകളിൽ തിരുവനന്തപുരം പട്ടണത്തിനകത്ത് നഷ്ടപ്പെട്ട ആത്മീക ഉണർവിനെ സ്വർഗം മടക്കി തരാൻ പോകുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് ശക്തിയോടെ ആ ദൂതിനെ സ്വീകരിച്ചാട്ടെ. ഈ പട്ടണത്തിനകത്ത് PMG ചർച്ചിനകത്ത് 51 പേർ ഉപവസിക്കുന്നുണ്ടെങ്കിൽ അത് നിസ്സാരമല്ല. ഇതൊരു സാധാരണ സംഭവമല്ല. ഈ തലമുറയിൽ ആത്മഭാരത്തോടെ ദൈവരാജ്യത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന ഈ സഭയുടെ മേലുള്ള ദൈവിക ഭൃത്യന്മാരെ സ്വർഗം ഈ കാലയളവിൽ പുറത്തു കൊണ്ടുവരുന്ന വിധത്തിൽ ഒത്തിരി സന്തോഷം. ഞാൻ പിതാക്കന്മാർക്ക് ഒത്തിരി നന്ദി പറയുന്നു. അവരുടെ കണ്ണുനീരും പ്രാർത്ഥനയുമാണ് ഞങ്ങളെപ്പോലുള്ളവർ എഴുന്നേറ്റത്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും?
ഒത്തിരി മുഖവരകൾ കൂടാതെ ഞാൻ വചന ശുശ്രൂഷയിലേക്ക് കടക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. നമുക്ക് ഒരുമിച്ച് വായിക്കാം. വേദപുസ്തകം കൊണ്ടുവന്നിട്ടുള്ള മുഴുവൻ പേരും വേദപുസ്തകം തുറക്കണം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. എല്ലാവരും വേദപുസ്തകം കൊണ്ടുവന്നിട്ടുള്ള മുഴുവൻ പേരും വേദപുസ്തകത്തെ തുറന്ന് നമ്മൾ ആ വാക്യം ഒരുമിച്ച് വായിക്കും. ഉൽപ്പത്തി 3-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് വായിക്കാൻ പോകുകയാണ്. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. എല്ലാ കണ്ണുകളും അല്പമിനിറ്റുകൾ അടച്ച് ഇന്ന് പകൽ കൈമാറി ഈ വചനത്തെ അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? ഈ വചനത്തിനകത്ത് നിന്ന് ദൈവാത്മാവ് ഞങ്ങളോട്, ഞങ്ങളുടെ സഭയോട്, ഞങ്ങളുടെ കുടുംബത്തോട്, ഞങ്ങളുടെ തലമുറയോട് ഒന്ന് ഇടപെടണമേ എന്ന് ആഗ്രഹിക്കുന്നവർ അല്പമിനിറ്റുകൾ അന്യഭാഷയിൽ അധരങ്ങൾ തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഈ ദൂത് ഇതിനകത്ത് ചലിക്കുവാൻ, ഈ വചനത്തിന്റെ റിവൈവൽ ഇതിനകത്ത് വെളിപ്പെടുവാൻ അല്പമിനിറ്റുകൾ ആത്മാവിൽ പ്രാർത്ഥിച്ച് ഈ അന്തരീക്ഷം തുറക്കുകയാണ്. ഈ അന്തരീക്ഷം വചനത്തിനായി തുറക്കുകയാണ്. ഈ അന്തരീക്ഷം വചനത്തിനായി തുറക്കുകയാണ്. അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷയിൽ ആധാരങ്ങൾ തുറന്ന് ശക്തിയോടെ വചനത്തിന്റെ വാതിലുകൾ തുറക്കുകയാണ്. വചനത്തിന്റെ വാതിലുകൾ തുറക്കുകയാണ്. വെളിപ്പാടുകൾ തുറക്കുകയാണ്. ഓ ശാലയാംദൽഖമനിയ, ഈ പട്ടണത്തിന്മേൽ ആധിപത്യം പുലർത്തുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങളെ അഴിക്കുന്ന ആ വചനത്തിന്റെ ചലനം ഇന്ന് പകൽ ഇതിനകത്ത് വെളിപ്പെടട്ടെ. ഓ ശബലിയാംദനിയ, വചനത്തിന്റെ ആഴങ്ങളെ തുറക്കുവാൻ, വചനത്തിന്റെ ആഴങ്ങളെ തുറക്കുവാൻ ആത്മാവിന്റെ ചലനം ഇതിനകത്ത് പരിവർത്തിക്കട്ടെ. വെള്ളത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചത് പോലെ ഇന്ന് പകൽ ഇതിന്റെ മുകളിൽ ആത്മാവ് പരിവർത്തിക്കുകയാണ്. ബന്ധനങ്ങളെ അഴിക്കുന്ന, കെട്ടുകളെ അഴിക്കുന്ന ഒരു അസാധാരണമായ വചനത്തിന്റെ ചലനം ഇതിനകത്ത് വെളിപ്പെടുകയാണ്. ഓ ശക്തിയോടെ, ശക്തിയോടെ എല്ലാ എതിർമണ്ഡലങ്ങളുടെ വ്യാപാരങ്ങളും യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. എല്ലാ അന്യാരാധന ശക്തികളും യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. വചനത്തിന് വിരുദ്ധമായി എഴുന്നേൽക്കുന്ന എല്ലാ വാഴ്ചകളും യേശുവിന്റെ നാമത്തിൽ സഭ ഒരുമിച്ച് ഓ റാശാലമസിയാന്തേരിയ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചിലരെ എഴുന്നേൽപ്പിക്കുന്ന, ചിലരെ ഉണർത്തുന്ന, ചിലർക്ക് ആത്മഭാരത്തെ കൈമാറുന്ന ഒരു പകലാണ് ഈ പകൽ. ഹേയ് ഹല്ലേലൂയ. പ്രാർത്ഥനകളെ തിരിച്ചു പിടിക്കുന്ന, ആരാധനകളെ തിരിച്ചു പിടിക്കുന്ന, വെളിപ്പാടുകളെ തിരിച്ചു പിടിക്കുന്ന ഒരു പകലായി ഈ പകൽ മാറുകയാണ്. സാത്താന്റെ തലയെ തകർക്കുന്ന ഒരു അഭിഷേകം ഇതിനകത്ത് ചലിക്കാൻ പോകുകയാണ്. ഓ സ്ത്രീയുടെ സന്തതി സാത്താന്റെ തലയെ തകർക്കും, തകർക്കും. തകർക്കും, 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 തകർക്കും. പരിശുദ്ധാത്മാവെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ആഴങ്ങളിൽ സ്വർഗം തുറക്കണം, വെളിപ്പാടുകളെ സ്വർഗം തുറക്കണം, അത്ഭുതങ്ങളാൽ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഈ ശബ്ദം പോരാ, ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. വളരെ സുപരിചിതമായ വേദഭാഗമാണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ഒരാവർത്തി കൂടെ ആ വാക്യം വായിച്ചാലും. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും. അടുത്ത വാക്യം കൂടെ വായിക്കും. നീ അവൻ്റെ കുതികാൽ തകർക്കും. ഓക്കെ. വളരെ സുപരിചിതമായ വാക്യമാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15. സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ മുഴുവൻ നിങ്ങൾക്കറിയാം. ഒട്ടനവധി പ്രാവശ്യം ദൈവിക അഭിഷക്തന്മാരിലൂടെ വെളിപ്പാടുകൾ, ദൂതുകൾ, മർമ്മങ്ങൾ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന് പകൽ ദൈവാത്മാവ് എന്നോട് ഭരമേൽപ്പിച്ച് ആ ദൂതുകളെ നിങ്ങൾക്ക് കൈമാറുവാൻ ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു.
ഞാൻ മൗണ്ട് സിയോൻ ബൈബിൾ കോളേജിലാണ് പഠിച്ചത്. ഈ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് പ്രസംഗിക്കപ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. അവർക്ക് ബൈബിൾ ചരിത്രം ജസ്റ്റ് തൊട്ടാലേ പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ ഉൽപ്പത്തി പുസ്തകം മോശയാൽ എഴുതപ്പെട്ട പുസ്തകമാണ്. ആദ്യത്തെ 5 പുസ്തകങ്ങൾ മോശയാൽ എഴുതപ്പെട്ട പുസ്തകമാണ്. പുറപ്പാട് പുസ്തകത്തിൽ വെളിപ്പെടുന്ന മോശ ഉൽപ്പത്തി പുസ്തകത്തെ എഴുതി. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകത്തിലാണ് നമുക്ക് മോശയെ കാണാൻ കഴിയുന്നത്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലാണ് മോശ ജനിക്കുന്നത്. പക്ഷേ വേദപണ്ഡിതന്മാർ ഒന്നടങ്കം ഒരുമിച്ച് പറയുന്നു, മോശ പുസ്തകം എഴുതി. ഹല്ലേലൂയ. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? മോശയാണ് ഉൽപ്പത്തി പുസ്തകം എഴുതിയത്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഗ്രന്ഥകാരൻ മോശയാണ്. കാണാത്ത കാര്യങ്ങളെ ആത്മാവിൽ കണ്ടുകൊണ്ട് എഴുതുവാൻ മോശയെ ദൈവം ഭരമേൽപ്പിച്ചു. ഇന്ന് പകൽ ആത്മാവിൽ എന്നോട് പരിശുദ്ധാത്മാവ് കൈമാറാൻ പറയുന്നു, കാണാത്ത ചിലതിനെ നീ കാണാൻ പോകുകയാണ്. അബ്രഹാമിനെ മോശ കണ്ടിട്ടില്ല, പക്ഷെ മോശ എഴുതി. ഹല്ലേലൂയ. ആദമിനെ മോശ കണ്ടിട്ടില്ല, മോശ എഴുതി. സൃഷ്ടി എന്തെന്ന് ദൈവം മോശ കണ്ടിട്ടില്ല, പക്ഷെ മോശ എഴുതി. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ഹല്ലേലൂയ. മോശ എഴുതിയ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. 66 പുസ്തകങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകത്തെ മുഴുവൻ വായിച്ചാൽ നമുക്കറിയാം, സൃഷ്ടിയുടെ സകലത്തിൻ്റെയും ആരംഭവും തുടക്കവും ഉൽപ്പത്തി പുസ്തകമാണ്. ഹല്ലേലൂയ. എല്ലാത്തിൻ്റെയും ആരംഭം, സകലത്തിൻ്റെയും ആരംഭം ഉൽപ്പത്തി പുസ്തകമാണ്. വേദപണ്ഡിതന്മാർ ഉൽപ്പത്തി പുസ്തകത്തെ ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഇത് ആരംഭങ്ങളുടെ പുസ്തകമാണ്, ഇത് തുടക്കങ്ങളുടെ പുസ്തകമാണ്. ഹല്ലേലൂയ. ഈ ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ വാക്യമൊക്കെ വായിക്കാം, നിങ്ങൾക്കറിയാം, ആ വാക്യങ്ങളൊക്കെ അറിയാം. ഭൂമി പാഴും ശൂന്യമായിരുന്നു. അങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്നത്. ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത ഭാഗം പറയുന്നത് ഭൂമി പാഴായും ശൂന്യമായിരുന്നു. ഹല്ലേലൂയ. ഭൂമി പാഴായും ശൂന്യമായിരുന്നു. എന്നാൽ സ്വർഗത്തിന്റെ അടുത്ത പ്രവൃത്തി, പാഴും ശൂന്യമായിരിക്കുന്ന ഭൂമിക്കകത്ത് ചിലതിനെ തുടങ്ങാൻ. ഹല്ലേലൂയ. ചിലതിനെ തുടങ്ങാൻ. ഉൽപ്പത്തി പുസ്തകം ആരംഭങ്ങളുടെ പുസ്തകം എന്ന് പറയുമ്പോൾ ഇന്ന് പകൽ ഇതിനകത്ത് ദൈവാത്മാവ് കൈമാറുകയാണ്. അവസാനിച്ചെന്നാരൊക്കെ പറഞ്ഞാലും എൻ്റെ ദൈവത്തിന്റെ കാര്യം നിനക്ക് വേണ്ടി ആരംഭിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ചിലതിനെ തുടങ്ങും. ഹല്ലേലൂയ. ലോകം മുഴുവൻ പറയും നീ അവസാനിച്ചെന്ന്, ലോകം മുഴുവൻ പറയും നീ തകർന്നു പോയെന്ന്. എൻ്റെ ദൈവം പാഴും ശൂന്യമായതിനെ ഒന്നേന്ന് പണിയുന്നത് പോലെ ഇന്ന് പകൽ ഇതിനകത്ത് ചിലരെ എൻ്റെ ദൈവം പണിയാൻ പോകുകയാണ്. നിന്റെ കുടുംബത്തെ സ്വർഗം പണിയാൻ പോകുകയാണ്. തകർത്തെന്ന് പിശാച് വാദിക്കുമ്പോൾ, ശൂന്യതയാക്കിയെന്ന് പിശാച് പറയുമ്പോൾ, എൻ്റെ ദൈവം പറയും ഞാൻ തുടങ്ങാൻ പോകുകയാണ്, ഞാൻ ആരംഭിക്കാൻ പോകുകയാണ്. ശക്തിയോടെ കരമടിച്ച് ഈ ആരംഭങ്ങളെ സ്വീകരിച്ചാട്ടെ. ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനകളെ ആരംഭിച്ചാട്ടെ. ആരംഭിക്കും. ലാസർ അവസാനിച്ചെന്ന് പറഞ്ഞിട്ട് കല്ലറയ്ക്കകത്ത് പൂട്ടിയിട്ടപ്പോൾ എൻ്റെ യേശു അവിടെ വന്നിട്ടുണ്ടെങ്കിൽ യേശു പറയും ഞാൻ ആരംഭിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആരംഭിക്കാൻ പോകുകയാണ്. ആരോടൊക്കെ ദൈവാത്മാവ് ഇന്ന് പകൽ കൈമാറുകയാണ്, നിന്നിലുള്ള ചില ആരംഭങ്ങളെ എൻ്റെ ദൈവം തുടങ്ങാൻ പോകുകയാണ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവരുണ്ടെങ്കിൽ കരം ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് പുതിയ തുടക്കങ്ങളെ ദൈവം കൈമാറും? പുതിയ തുടക്കങ്ങളെ സ്വർഗം കൈമാറും. നിങ്ങൾ ഇന്നലെ വരെ സന്ദേശം കേട്ടതാണ്. ഹല്ലേലൂയ. ഇന്നലെ വരെ സന്ദേശം കേട്ടതാണ്. ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോഴും സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നത് സംതിങ് സ്പെഷ്യൽ, പുതിയതാണ്. ആമേൻ പറഞ്ഞില്ല ആരും? ഹല്ലേലൂയ. ദൈവം ഓരോ ദിവസവും കൈമാറാൻ ആഗ്രഹിക്കുന്നത് പുതിയതാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇന്നലെ പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥനാ വാചകമാണ്. നിങ്ങളാരും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. നിങ്ങൾ നാളെയും പറയുന്നത് ഇന്നലെ പറഞ്ഞ അതേ അന്യഭാഷയാണ്. ഹല്ലേലൂയ. നിങ്ങൾ എന്നും വായിക്കുന്നത് ഒരേ വചനമാണ്. ആ വചനത്തിനകത്ത് ഇന്നലകളിൽ കേട്ടത് മാത്രമേ നമ്മുടെ ഹൃദയത്തിനകത്ത് തങ്ങി നിൽക്കുന്നുള്ളൂ. പുതിയതൊന്നും വരുന്നില്ല. അന്ന് പകൽ ഞാൻ ആത്മാവിൽ കൈമാറാം, നിന്നിൽ പുതിയത് വെളിപ്പെടാൻ പോകുകയാണ്. ഇന്നലെ പ്രാർത്ഥിച്ചതുപോലെയല്ല ഇന്നു മുതൽ നീ പ്രാർത്ഥിക്കുന്നത്. ഇന്നലെ അന്യഭാഷ പറഞ്ഞതുപോലെയല്ല ഇന്നു മുതൽ നീ അന്യഭാഷ പറയുന്നത്. ഇന്നലെ സംസാരിച്ചതുപോലെയല്ല ഇന്നു മുതൽ സംസാരിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ.
ഇന്നലെ വെളിപ്പാട് കണ്ടതുപോലെയല്ല. ഇന്നു മുതൽ നീ വെളിപ്പാട് കാണാൻ പോകുന്നത്. ആത്മാവിന്റെ നിറവ് ഇതിനകത്ത് എന്റെ ദൈവം കൈമാറാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹാസിയാം ബർഖമാനിയാദന റാബ ഹൽമനിയാംദനിയ. യേശുവിന്റെ നാമത്തിൽ എന്നോട് ദൈവാത്മാവ് കൈമാറാൻ പറയുകയാണ്. ചില മേഖലകൾക്കകത്ത് വേഗത കൂടാൻ പോകുകയാണ്. ആമേൻ പറയാൻ കഴിയുന്നവർ ശക്തിയോട് ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. പാഴും ശൂന്യമായിരുന്ന ഭൂമിയെ സ്വർഗം പുതിയതായി പണിയുവാൻ തുടങ്ങി. ഹല്ലേലൂയ. പിശാചിന്റെ പദ്ധതി എപ്പോഴും തകർക്കുക എന്നതാണ്, ദൈവത്തിന്റെ പദ്ധതി എപ്പോഴും പണിയുക എന്നതാണ്. ഹല്ലേലൂയ. പാഴായി ശൂന്യമായിരുന്ന ഭൂമിയെ സർവശക്തനായ ദൈവം പണിതിട്ട് അതിനകത്തൊരു ഏദൻ തോട്ടത്തെ സ്വർഗത്തിലെ ദൈവം സൃഷ്ടിച്ചു. അതിനകത്ത് എന്ത് സൃഷ്ടിച്ചു? ഏദൻ തോട്ടത്തെ സൃഷ്ടിച്ചു. അതിനകത്ത് രണ്ടുപേരെ സ്വർഗം നിർത്തി. ആദമിനെയും ഹൗവയെയും സ്വർഗം നിർത്തി. എന്നിട്ട് സ്വർഗത്തിലെ ദൈവം അവരോട് കൈമാറി, നിങ്ങളാണ് ഈ ഏദൻ തോട്ടത്തിനകത്ത് വാഴേണ്ടത്, നിങ്ങൾക്കാണ് സകലത്തിന്മേലും അധികാരം. രണ്ടുപേരെ അതിനകത്ത് നിർത്തി. അല്പം മിനിറ്റുകൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ ഇരിക്കണം. ഈ രണ്ടുപേരെ ഏദൻ തോട്ടത്തിനകത്ത് സ്വർഗത്തിൽ നിർത്തുമ്പോൾ സ്വർഗം അവരോട് രണ്ട് ദൂത് കൈമാറി. രണ്ട് വൃക്ഷത്തെ കാട്ടിയിട്ട് സ്വർഗം പറഞ്ഞു, ഒന്ന് കഴിക്കാം, ഒന്ന് കഴിക്കരുത്. ഒന്ന് കഴിക്കാം, ഒന്ന് കഴിക്കരുത്. ഈ രണ്ട് ദൂത് സ്വർഗത്തിലെ ദൈവം ആദമിനോടും ഹവ്വയോടും കൈമാറി. ഞാൻ എപ്പോഴും ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. ഭൂമിയിൽ ഉലകത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം ഏതെന്ന് ചോദിച്ചാൽ ആദമും ഹവ്വയും. ഉലകത്തിൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബം ഏതെന്ന് ചോദിച്ചാൽ ആദമും ഹവ്വയും. എന്തെന്ന് ചോദിച്ചാൽ ആദമിൻ്റെ വീട്ടിൽ ആദമിൻ്റെ പപ്പയില്ല, ആദമിൻ്റെ മമ്മിയില്ല. ഹവ്വയ്ക്ക് പപ്പയില്ല, ഹവ്വയ്ക്ക് മമ്മിയില്ല. ആദമിന് സഹോദരങ്ങളില്ല, സഹോദരിമാരില്ല. ഹവ്വയ്ക്ക് സഹോദരങ്ങളില്ല, സഹോദരിമാരില്ല, മക്കളില്ല. നമ്മളൊരു സഭയ്ക്കകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ കുടുംബജീവിതത്തിൻ്റെ വിഷയങ്ങൾ അഭിഷക്തന്മാരുടെ മുൻപിൽ വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം പറയുന്നത് കുടുംബത്തിലെ മുഴുവൻ പ്രശ്നങ്ങളാണ്. പക്ഷേ എൻ്റെ അമ്മായിയപ്പൻ ഭയങ്കര പ്രശ്നമാണ്, എൻ്റെ അമ്മായിയമ്മ ഭയങ്കര പ്രശ്നമാണ്, എൻ്റെ മക്കളെ കൊണ്ട് എനിക്ക് സമാധാനമില്ല. ഒരു ഭവനത്തെ എടുത്തു നോക്കിയാൽ അപ്പൻ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, മക്കൾ തോന്നിയ വാസം. അങ്ങനെ ഒരു പ്രശ്നം ആദമിന് ഹവ്വയ്ക്കും ഇല്ല. അപ്പം ഞാൻ ചിന്തിക്കുന്നത്, അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബം, ഒരു പരാതിയില്ല, ഒരു പരിഭവമില്ലാത്ത വളരെ സന്തോഷത്തോടെ സമൃദ്ധിയോടെ ആയിരിക്കുന്ന ഒരു കുടുംബം, രണ്ടുപേരടങ്ങുന്ന കുടുംബം. ഹല്ലേലൂയ. രണ്ടുപേരടങ്ങുന്ന കുടുംബം. ആ കുടുംബത്തിനകത്തേക്ക് അവർ മാത്രം സംസാരിക്കുന്ന, അവർ മാത്രമുള്ള വേലകളിൽ അവർ മാത്രം അധ്വാനിച്ചു കൊണ്ടിരുന്ന, അവർ മാത്രം അവരുടെ ആത്മീക രീതികളിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആ കുടുംബത്തിനകത്ത് പുറത്തു നിന്നൊരു പാമ്പ് വരാനിടയായി. പുറത്തുനിന്ന് പല കുടുംബങ്ങൾക്കകത്തും പ്രധാനമായ പ്രശ്നം അകത്തുനിന്ന് വരുന്നതല്ല, പുറത്തുനിന്ന് വരുന്നതാണ്. പല സഭകളുടെയും പ്രധാനപ്പെട്ട പ്രശ്നം അകത്തെ പ്രശ്നമല്ല, പുറത്തുനിന്ന് വരുന്നതാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പകൽ ഞാൻ പറയുന്ന മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ കരം ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിനകത്തേക്ക് പുറത്തുനിന്ന് ഒരുവൻ വന്ന് അഭിപ്രായം പറയാൻ തുടങ്ങി. ഞാൻ ആ ഭാഗത്തിൽ ഒന്ന് നിൽക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടും. നിങ്ങൾ ശ്രദ്ധിക്കണം. സഭകൾക്ക് അത്യന്താപേക്ഷിതമായ കാര്യമാണ് പറയുന്നത്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം ആദമിനോടും ഹവ്വയോടും വിലക്കപ്പെട്ട കനിയെ നോക്കി പറയുകയാണ്, നിങ്ങൾ ഈ കനി കഴിച്ചാൽ നിങ്ങൾ മരിക്കും. അതേ കനിയെ നോക്കിയിട്ട് പിശാച് പറയുകയാണ്, ഈ കനി നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾ മരിക്കത്തില്ല. ഈ കനി കഴിച്ചാൽ നിങ്ങൾ മരിക്കത്തില്ല.
ഒരു കനി, ഒരു വൃക്ഷം, ആ വൃക്ഷത്തെ നോക്കി രണ്ടഭിപ്രായം. അകത്തു നിന്നുള്ള ആ കൽപ്പന കേട്ട്, ആ പ്രമാണം കേട്ട് ഹൗവ പറയുകയാണ്, ഈ കനി കഴിച്ചാൽ മരിക്കുമെന്ന്. യഹോവയായ ദൈവം എല്ലാ വൈകുന്നേരവും ഞങ്ങളോട് സംസാരിക്കും. ഞങ്ങൾ ഇന്നേ വരെ സംസാരിച്ചിട്ട് അത് കഴിച്ചാൽ ജീവിക്കുമെന്നൊരു, അത് കഴിച്ചാൽ മരിക്കത്തില്ലെന്നൊരു വേർഡ് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. എന്നാൽ പിശാച് അതേ കനിയെ നോക്കിയിട്ട് പറയുകയാണ്, ഇത് കഴിച്ചാൽ നിങ്ങൾ ജീവിക്കും, നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കറിയാം PMG ചർച്ച് വചനത്തിനകത്ത് നല്ല പരിജ്ഞാനമുള്ള ചർച്ചാണെന്ന്. വചനം നന്നായി ശ്രദ്ധിക്കുന്നവരും വചനത്തിനകത്തെ പഴുതുകളെ ശ്രദ്ധിക്കുന്നവരും ദുരുപദേശങ്ങളെ നന്നായിട്ട് ഗ്രഹിക്കുന്നവരുമാണെന്ന് എനിക്കറിയാം. എന്നാലും ദൈവാത്മാവ് എന്നോട് കൈമാറാൻ പറയുന്നത് കൊണ്ട് ഞാൻ ഇന്ന് പകൽ ഇത് ഈ സഭയോട് കൈമാറുകയാണ്. അവർ പ്രസംഗിക്കുന്നതും ഈ യേശുവിനെയാണ്. ഹല്ലേലൂയ. ഈ കനി കഴിച്ചാൽ മരിക്കുമെന്ന് യഹോവയായ ദൈവം പറയുമ്പോൾ അതേ കനി കഴിച്ചാൽ ജീവിക്കുമെന്ന് പിശാച് പറയുകയാണ്. ഈ ചർച്ചയിൽ വന്ന അത്ഭുതമില്ല വാസേ. അപ്പുറത്ത് പുതിയൊരു ചർച്ച തുടങ്ങിയിട്ടുണ്ട്, അവിടെയേ ഉള്ളൂ അത്ഭുതം. ഇവിടെ വന്ന പ്രവചനമില്ല വാസേ. അപ്പുറത്ത് പുതിയൊരു ചർച്ച തുടങ്ങിയിട്ടുണ്ട്, അവിടെ പ്രവാചകന്മാരുടെ ഒഴുക്കാണ്. അത് പറയുമ്പം ഹവ്വയെപ്പോലുള്ളവരാണെങ്കിൽ ശരിയാണ്, നേരെ എടുത്തു ചാടും. ഇവിടെ അവിടെ ചെല്ലുമ്പോൾ അവർ പറയും ഉള്ളതെല്ലാം ഇങ്ങോട്ട് തന്നാൽ ദൈവം നിങ്ങൾക്ക് അങ്ങോട്ട് തരുമെന്ന്. അവസാനം പിന്നെയും ഇതേ സ്ഥലത്ത് വരും, പാസേ അവരെന്നെ. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വൃക്ഷം, ആ വൃക്ഷത്തിനകത്ത് രണ്ടഭിപ്രായം. പക്ഷെ രണ്ടാമത് പിശാച് പറഞ്ഞതിനെ ഹവ്വയുടെ ഹൃദയത്തിനകത്ത് ചലിക്കാൻ തുടങ്ങി, ഒത്തിരി മോഹിപ്പിക്കാൻ തുടങ്ങി. ആ മോഹം പാപത്തിനകത്ത് കൊണ്ടിട്ടു. ആ പാപം അനുസരണക്കേട് കാരണം ആ പാപത്തിനകത്ത് ഹവ്വ അകപ്പെട്ടു. ഞാൻ ഈ PMG ചർച്ചിനകത്തിരിക്കുന്ന മുഴുവൻ കുടുംബങ്ങളോടും മുഴുവൻ വിശ്വാസികളോടും പറയാം, അവിടെയും ഇവിടെയും അത്ഭുതമുണ്ടെന്നും അവിടെ അടയാളമുണ്ടെന്നും അവിടെ ദൂതുണ്ടെന്നും അവിടെ പ്രവചനമുണ്ടെന്നും ഇല്ലാ കഥ പറഞ്ഞു വനയുമ്പോൾ അതിൻ്റെ പിൻപിലോടാതെ ദൈവം കൈമാറിയ ഇതിനകത്ത് നിന്ന് വെളിപ്പെടുന്ന വചനത്തിനകത്ത് നിങ്ങൾ ഉറച്ചു നിൽക്കാൻ തയ്യാറായാൽ, ഉറച്ചു നിൽക്കാൻ തയ്യാറായാൽ ഇതിനകത്ത് നീ അത്ഭുതം കാണും, ഇതിനകത്ത് നീ അടയാളം കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഡീല് അത്ഭുതമായിട്ടല്ല, നമുക്ക് ഡീല് വചനവുമായിട്ടാണ്, നമുക്ക് ഡീല് യേശുവുമായിട്ടാണ്. ആമേൻ പറ നിങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവചനമായിട്ടല്ല നമുക്ക് ഡീല്. ഒരു പ്രവചനം കേട്ട് ഇറങ്ങി തിരിക്കാനല്ല ദൈവം പറഞ്ഞത്. നീ വചനം കേൾക്ക്, നീ യേശുവിനെ അറി. പ്രവാചകൻ എന്ത് പറയുന്നു എന്നല്ല, യേശു എന്ത് പറയുന്നു. ഞാൻ പ്രവചനത്തെ നിഷേധിക്കുന്നില്ല, ഞാനൊരു പ്രവാചകനാണ്, ഞാൻ പ്രവചിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. PMG സഭയോട് ഞാൻ വീണ്ടും ആത്മാവിൽ കൈമാറാം, നിങ്ങൾ യേശു എന്ത് പറയുന്നു എന്ന് കേൾക്കണം, വചനം എന്ത് പറയുന്നു എന്ന് ശ്രദ്ധിക്കണം. പുറത്തോട്ടിറങ്ങിയാൽ ശുശ്രൂഷകന്മാരുടെ കൂട്ടമാണ്. കാണുന്നവരും പോകുന്നവരും എല്ലാം ഇപ്പൊ പ്രവചിക്കാനും ദൂത് പറയാനും തുടങ്ങി. പിശാച് പറയുന്നതിനേക്കാളും നന്നായിട്ട് ഈ കാലഘട്ടത്ത് പറയുന്നവർ എഴുന്നേറ്റിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളാരും സ്തോത്രം പറയുന്നില്ല. ഹല്ലേലൂയ. പക്ഷെ പിശാച് പറഞ്ഞപ്പോൾ ഹവ്വ വിചാരിച്ചു ഇതാണ് ശരി എന്നും. തങ്ങളുടെ തലമുറകളെ കാണാൻ, താൻ സൃഷ്ടിച്ച സൃഷ്ടിയെ കാണാൻ
യഹോവയായ ദൈവം ഏദെൻ തോട്ടത്തിനകത്തിറങ്ങുമ്പോൾ ഒരിക്കൽ പോലും പറഞ്ഞില്ല ആ കനി കഴിച്ചാൽ നിങ്ങൾ ജീവിക്കുമെന്നും. പക്ഷെ പിശാച് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അത് കേട്ട് ആദമും ഹവ്വയും പാപത്തിനകത്ത് വീഴുവാനിടയായി. എവിടെ വീഴുവാനിടയായി? പാപത്തിനകത്ത് വീഴുവാനിടയായി. ഏദെൻ തോട്ടത്തിൻ്റെ പ്രത്യേകത ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. എനിക്ക് നല്ല ദൂത് തുറന്നു വരുന്നതാണ്. ഹല്ലേലൂയ. എന്നറിയില്ല, എനിക്ക് ദൈവാത്മാവ് ഇങ്ങനെ ഉപദേശ മേഖലകളിൽ ദൈവാത്മാവിനെ നയിക്കുന്നു. ഈ ഏദെൻ തോട്ടത്തിൻ്റെ പ്രത്യേകത, ഏദെൻ തോട്ടത്തിനകത്ത് പാപം ചെയ്തവന് സ്ഥാനമില്ല. ഏദെൻ തോട്ടത്തിനകത്ത് പാപം ചെയ്തവന് സ്ഥാനമില്ല. ഇന്നത്തെ സഭകൾക്കകത്ത് പാപം ചെയ്തവന് സ്ഥാനമുണ്ട്. പാപം ചെയ്തിട്ട് അവനെ സഭയ്ക്കകത്ത് നിന്ന് പുറത്താക്കിയാൽ അടുത്ത 100 സഭകൾ അവനെ റിസീവ് ചെയ്യാനുണ്ട്. പക്ഷെ ഏദെൻ തോട്ടത്തിനകത്ത് പാപം ചെയ്തവന് സ്ഥാനമില്ല. കാരണം അത് സ്വർഗം പണിതതാണ്. അത് യഹോവ പണിതതാണ്. അത് യഹോവ തൻ്റെ സൃഷ്ടിയിൽ അവരെ പണിത് അതിനകത്ത് നിർത്തിയിരിക്കുകയാണ്. അവൻ്റെ കൽപ്പന ലംഘിച്ചാൽ അതിനകത്ത് സ്ഥാനമില്ല. സ്ഥാനം പുറത്താണ്. ഞാൻ നിങ്ങളോട് ഒരാവർത്തി കൂടെ എപ്പോഴും കേൾക്കുന്നതാണ്, ഓർപ്പിക്കാം. സ്വർഗം മുകളിൽ ഒന്നും കൂടെ പണിയുന്നുണ്ട്. അതിനകത്തും എക്സ്ക്യൂസ് ഇല്ല. അതിനകത്ത് ഹല്ലേലൂയ അഭിപ്രായങ്ങളില്ല. അതിനകത്തും പാപമുള്ളവന് കയറാൻ പറ്റത്തില്ല. പാപിയെ തേടി ഉലകത്തിലേക്ക് ഇറങ്ങി വന്ന യേശു ഇനി വിശുദ്ധരെ ചേർക്കാൻ മധ്യാകാശത്തിങ്കൽ വരുമ്പോൾ അവിടെ പാപികൾക്ക് സ്ഥാനമില്ല, നിയമലംഘികൾക്ക് സ്ഥാനമില്ല. എത്ര പാപം ചെയ്താലും ഈ സീസണിൽ, ഈ കാലയളവിൽ നമുക്ക് ആലയത്തിൽ കയറാം. പാസ് പറയില്ലല്ലോ, തിരുവത്താഴം എടുക്കാം. എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. ഞാൻ വേഗത്തിൽ അപ്പുറത്തോട്ട് പോട്ടെ. ഹല്ലേലൂയ. അപ്പം ഇവർ പാപം ചെയ്തു. ഇവർ എന്ത് ചെയ്തു? പാപം ചെയ്തപ്പോൾ നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. 9-ാമത്തെ വാക്യം മാത്രം. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. ഓക്കെ, അത്ര മതി. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. വീണ്ടും ഞാൻ ആ പദം ആവർത്തിക്കാം. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകലിലും ദൈവം നമ്മെ വിളിക്കും. ഇന്ന് പകലിലും ദൈവം നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം വിളിച്ചതുകൊണ്ടാണ് ഈ കൂട്ടം ഇതിനകത്ത് കയറിയത്. ദൈവത്തിൻ്റെ ആവർത്തിച്ചുള്ള ചോദ്യം, നീ എവിടെയാണ്? ഞാൻ എന്നും നിന്നെ കാണാൻ, നിന്നോട് സംസാരിക്കുവാൻ ഏദെൻ തോട്ടത്തിനകത്ത് വരുമ്പോൾ നീ എന്നെ കാണാൻ ഓടി വരുന്നൊരു സമയമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വന്നപ്പോൾ നിന്നെ കാണുന്നില്ല. ഏദെൻ തോട്ടത്തിനകത്ത് യഹോവയായ ദൈവം ഏദെൻ തോട്ടത്തിനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ ആദമിനെയും ഹവ്വയെയും കാണാനില്ല. അല്ലെങ്കിൽ യഹോവയായ ദൈവത്തിൻ്റെ കാൽപാദം ഏദെൻ തോട്ടത്തിനകത്ത് പതിയുമ്പോൾ അവർക്കറിയാം തങ്ങളുടെ അരുമനാഥൻ തോട്ടത്തിനകത്ത് വന്നിട്ടുണ്ട്. തങ്ങളുടെ അരുമനാഥനെ കാണാൻ അവർ ഓടിയെത്തും. പക്ഷെ ഒരു ദിവസം അവർ വന്നില്ല. യഹോവ വന്നിട്ട് അവിടെ നിന്നിട്ട് ചോദിക്കുകയാണ്, ആദമേ, ഹവ്വയെ, നിങ്ങൾ എവിടെയാണ്? ഇന്ന് പകലിലും ആരോടൊക്കെ ദൈവാത്മാവ് ഹൃദയത്തിനകത്ത് അന്തരാത്മാവിൽ ചോദിക്കുകയാണ്, നീ എവിടെയാണ്? നിന്നെ വിളിച്ച വിളിക്കകത്ത് നീ നിൽപ്പുണ്ടോ? നിന്നെ ഏൽപ്പിച്ച ദൗത്യത്തിനകത്ത് നീ നിൽപ്പുണ്ടോ? നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ നീ വിശ്വസ്തയോടെ ചെയ്യുന്നുണ്ടോ? നീ എവിടെയാണ്? ഏയ്,
ഹല്ലേലൂയ. എവിടെയാണ്? രാത്രിയാമങ്ങളിൽ ചിലരെ സ്വർഗത്തിലെ ദൈവം വിളിക്കാൻ വരുമ്പോൾ നീ ഇപ്പോഴും ഉറക്കത്തിലാണ്. നമ്മൾ പറയും ക്ഷീണമാണ്. ഞാൻ ആത്മാവിൽ പറയാം, ദൈവം നിന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചതാണ്. വിളിയുള്ള നീ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ, വിളിയുള്ള നീ വചനത്തെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ സ്വർഗത്തിന്റെ ചോദ്യമാണ്, നീ എവിടെയാണ്? ആത്മാവിൽ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെയാണ്? എല്ലാ ദിവസവും വേദപുസ്തകവുമായി ബന്ധമുണ്ടോ? എല്ലാ ദിവസവും പ്രാർത്ഥനയുമായിട്ട് അടുത്തു വരുന്നുണ്ടോ? എല്ലാ ദിവസവും ആ കൽപ്പനകളെ പ്രമാണിച്ച് ദൈവസന്നിധിയിൽ നിങ്ങൾ ഉണ്ടോ? ഇന്ന് പകലിലും ദൈവം ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ എവിടെയാണ്? എത്ര പേർക്കിന്ന് പകൽ മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. കാലാകാലങ്ങൾക്ക് മുമ്പേ സ്വർഗം വേർതിരിച്ച് വിളിച്ച നിന്നെ, നീ ആ വിളിക്കകത്ത് നിപ്പുണ്ടോ? അതോ നിന്റെ നിയോഗപ്രകാരം, നിന്റെ ഇഷ്ടപ്രകാരം നീ മുൻപോട്ട് സഞ്ചരിക്കുകയാണോ? വിളിയുണ്ട് പാസേ, പക്ഷെ അടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ദൈവം ചോദിക്കുന്നത്, നീ എവിടെയാണ്? ഹല്ലേലൂയ. കരമുയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ. അവർ ഒളിച്ചു നിൽക്കുകയാണ്. അവർ ഒളിച്ചു നിൽക്കുകയാണ്. അവർ ഒളിച്ചു നിൽക്കുകയാണ്. ഇന്ന് പകൽ എന്നോട് ദൈവാത്മാവ് കൈമാറാൻ പറയുന്നു, മറഞ്ഞിരിക്കുന്ന ചിലതിനെ സ്വർഗം ഇന്ന് പകൽ പുറത്തു കൊണ്ടുവരും. ഞാൻ ആ ഭാഗത്തിലേക്ക് വരും. ഹല്ലേലൂയ. ഇവർ പാപം ചെയ്തത് കാരണം ഇവർക്ക് ദൈവത്തിൻ്റെ മുൻപിൽ വരാൻ കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ മുൻപിൽ വരാൻ കഴിയാത്തത് കാരണം ഇവർ മറഞ്ഞിരുന്നു. ഹല്ലേലൂയ. ഇവരെ ദൈവം വിളിച്ചു. ഇവരോട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക്, ഞാൻ സാധാരണ സംസാര ഭാഷയിൽ പറഞ്ഞു പോകുകയാണ് പാസ് എന്ന്. അവസാനം എന്നോട് ചോദിക്കരുത് പാസ് ഇങ്ങനെയൊന്നും ബൈബിളിൽ ഇല്ലേ എന്ന് ചോദിക്കരുത്. ഞാൻ ഒരു സംസാര ശൈലിയിൽ പറഞ്ഞു പോകുന്നതാണ്. ദൈവം ചോദിച്ചു, നിങ്ങൾ എവിടെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഇവരെ മൂന്നുപേരെയും തോട്ടത്തിൽ നിന്ന് ദൈവം പുറത്താക്കുകയാണ്. തോട്ടത്തെയും ദൈവം പുറത്താക്കി. നിങ്ങൾ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ആദമുണ്ട്, ഹൗവയുണ്ട്, പാമ്പുണ്ട്. ആദമുണ്ട്, ഹൗവയുണ്ട്, പാമ്പുണ്ട്. അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, ഇവരെ മൂവരെയും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ആദമും ഹൗവയും തലകുനിഞ്ഞിരിക്കുകയാണ്. ആദമും ഹൗവയും തലകുനിഞ്ഞിരിക്കുകയാണ്. ഒരുത്തൻ തല നിവർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവരെ ഏൽപ്പിച്ച സ്ഥലത്ത് അവിശ്വസ്തത കാട്ടിയത് മൂലം അവർക്ക് നഷ്ടപ്പെട്ട നഷ്ടത്തെക്കുറിച്ച് അവർ തലകുനിച്ച് നിൽക്കുമ്പോൾ ഒരുവൻ തല ഉയർത്തി നിൽക്കുന്നു. ഒരുവൻ തല ഉയർത്തി നിൽക്കുന്നു. യഹോവയായ ദൈവം ഇങ്ങോട്ട് വന്നിട്ട്, നിങ്ങൾ ശ്രദ്ധിക്കണേ, ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ വേഗം പറയുകയാണ്. ഒരാൾക്കൊരു തകർച്ച ഏൽപ്പെട്ടാൽ, ഒരാളെ തകർത്താൽ, തകർത്തവനെയും തകർച്ചയേൽക്കപ്പെട്ടവനെയും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റിരിക്കുന്ന വ്യക്തിയെ നോക്കി നമ്മൾ പറയും പോട്ടെ, നമ്മളൊരാശ്വസിപ്പിക്കും, നമുക്ക് അടുത്ത കാലത്ത് തിരിച്ചു പിടിക്കാം എന്നൊക്കെ നമ്മൾ പറയും. പിന്നീടാണ് തകർത്തവനോട് സംസാരിക്കത്തുള്ളൂ, അല്ലേ? ഇപ്പം ഈ കുഞ്ഞിനെ അടിച്ചെന്നിരിക്കട്ടെ, ഈ കുഞ്ഞിനെ രണ്ടാമതേ നമ്മൾ ശിക്ഷിക്കത്തുള്ളൂ. ഈ കരയുന്ന കുഞ്ഞിനെ നോക്കി നമ്മൾ ആശ്വസിപ്പിക്കും ആദ്യം. അങ്ങനെയാണോ? നമ്മുടെ സിസ്റ്റം അങ്ങനെ. കരയുന്നവരാദ്യം ആശ്വസിപ്പിക്കും, തലകുനിഞ്ഞ് നിൽക്കുന്നവരാദ്യം ആശ്വസിപ്പിക്കും. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ സിസ്റ്റം വേറെയാണ്. ഹല്ലേലൂയ. ഇനി നമുക്ക് വാക്യത്തിലേക്ക് കടന്നു വരാം. നിങ്ങൾ 14 കൂടെ ചേർത്ത് വായിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസ് കൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും.
അടുത്ത വാക്യം കൂടി ചേർത്ത്. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഓക്കെ, 14-ാമത്തെ വാക്യത്തിൻ്റെ എക്സ്പ്ലനേഷന് ഞാൻ നിൽക്കുന്നില്ല. ഞാൻ 15-ാമത്തെ വാക്യത്തിലേക്ക് പോവുകയാണ്. യഹോവയായ ദൈവം 3 പേര് നിൽക്കുമ്പോൾ യഹോവയായ ദൈവം ആദ്യം സംസാരിക്കുന്നത് തകർന്നു നിൽക്കുന്ന, തലകുനിച്ച് നിൽക്കുന്ന ആദമിനോടും ഹവ്വയോടും അല്ല. അവിടെ തല ഉയർത്തി ഒരുവൻ നിപ്പുണ്ട്, അവനോടാണ് ദൈവം സംസാരിക്കുന്നതിൻ്റെ ആദ്യത്തെ പദം ഇങ്ങനെയാണ്: ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അടുത്ത പദം നിങ്ങൾ ശ്രദ്ധിക്കണം: അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ. അവൻ നിന്റെ തല തകർക്കും, അവൻ നിന്റെ തല തകർക്കും. ഇത് പറയുന്നത് തല ഉയർത്തി നിൽക്കുന്നവനോടാ. ഇത് പറയുന്നത് തല ഉയർത്തി നിൽക്കുന്നവനോടാ. ഹേ ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണമേ, 3 പേർ ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ പിശാചിനോട് പറയുകയാണ്: നിന്റെ തല തകർക്കുന്ന ഒരുവൻ ഇവളുടെ ഉദരത്തിനകത്തിന്ന് വരും. ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ നിങ്ങളോടൊരു ദൂത് കൈമാറാം. നിന്നെ ആര് തകർത്താലും, നിനക്കെതിരെ ആരെതിർത്താലും, നിന്നെ ആര് നിർവീര്യമാക്കിയാലും, എന്റെ ദൈവം നിന്നോടല്ല ആദ്യം സംസാരിക്കുന്നത്, നിന്നെ തകർത്ത ശത്രുവിനോടാണ്. നിന്നെ തകർത്ത ശത്രുവിനോടാണ്. നിന്നെ തകർത്ത ശത്രുവിനോടാണ്. എത്ര പേർക്കൊന്ന് പകൽ മനസ്സിലാകുന്നുണ്ട്? ഇന്ന് പകൽ ദൈവാത്മാവ് എന്നോട് കൈമാറാൻ പറയുകയാണ്: ഈ സഭയ്ക്കെതിരെ എഴുന്നേൽക്കുന്ന ചില മാനുഷിക അധികാരങ്ങൾ എന്റെ ദൈവം ഇന്ന് പകൽ ഇടപെടാൻ പോകുകയാണ്. എല്ലാ മാനുഷിക അധികാരങ്ങളും യേശുവിന്റെ നാമത്തിൽ ഈ പകൽ നിർവീര്യമാകട്ടെ. തല ഉയർത്തി നിൽക്കുന്ന മിഥ്യാന്യ ശക്തികൾ ഇസ്രായേലിന് മുൻപിൽ കീഴടങ്ങിയതുപോലെ തല ഉയർത്തി നിൽക്കുന്ന ചിലതിനെ കീഴടക്കാൻ പോകുകയാണ്. ആത്മാവിൽ 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 ചിലത് കീഴടങ്ങുകയാണ്. ചിലത് കീഴടങ്ങുകയാണ്. ചിലത് കീഴടങ്ങുകയാണ്. ചിലത് കീഴടങ്ങുകയാണ്. അഭിഷിക്തന്മാരോട് ദൈവാത്മാവ് കൈമാറുകയാണ്: നിങ്ങളുടെ മുൻപിൽ ചിലത് കീഴടങ്ങാൻ പോകുകയാണ്. പ്രാർത്ഥിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയാൻ പറയുകയാണ്: നിങ്ങളുടെ മുൻപിൽ ചിലത് കീഴടങ്ങും. കീഴടങ്ങും. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ചിലത് കീഴടങ്ങാൻ പോകുകയാണ്. പിശാചിനോട് പറയുകയാണ്, തല ഉയർത്തി നിൽക്കുന്നവനോട് പറയുകയാണ്: നിന്റെ തല തകർക്കുന്ന സന്തതി ഇവിടെ നിന്ന് വരും. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഏദെൻ തോട്ടം നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആദമും ഹവ്വയും ലജ്ജിച്ച് തല കുനിഞ്ഞ് നിൽക്കുമ്പോൾ അവളോടല്ല ദൂത് പറഞ്ഞത് പിശാചിനോടാണ്. ഇവൾക്കകത്തൊരു സന്തതി വരും, ആ സന്തതി നിന്റെ തല തകർക്കും. നമുക്കെതിരെ നിൽക്കുന്ന ശത്രുവിനോടാണ് ദൈവം ആദ്യം സംസാരിക്കുന്നത്, നമ്മളോടല്ലെന്ന്. നമുക്കെതിരെ നിൽക്കുന്ന ശത്രുവിനോടാണ് എൻ്റെ ദൈവം ആദ്യം സംസാരിക്കുന്നത്. അത് നമ്മൾ ആത്മമണ്ഡലത്തിൽ കാണാൻ കഴിയണം. ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്തേ. അത് കഴിഞ്ഞിട്ടാണ് ആദമിനോട് ഹവ്വയോടും ദൈവം സംസാരിച്ചത്. ഞാനിന്ന് പകൽ പ്രധാനമായിട്ടും കൈമാറാൻ ആഗ്രഹിക്കുന്ന വചനമെന്ന് പറയുന്നത്, അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ. നിങ്ങളിവിടെ ശ്രദ്ധിക്കണം. ഈ പാപ്പിനോട് ആദ്യം പറഞ്ഞ ദൂതെന്ന് പറയുന്നത്, നീ അവൻ്റെ തല തകർക്കും. അതായത് സ്ത്രീയുടെ ഉദരത്തിൽ നിന്നൊരു സന്തതി ജനിക്കുമെങ്കിൽ ആ സന്തതി നിന്റെ തല തകർക്കും. നിനക്കൊരു ഓപ്ഷനുണ്ട്, നിനക്കവൻ്റെ കുതികാല് തകർക്കാം. നിനക്കവൻ്റെ കേട്ടിട്ടില്ല.
പിശാചിനൊരു ഓപ്ഷൻ ദൈവം കൊടുത്തു. നിനക്ക് വേണമെങ്കിൽ അവൻ്റെ കുതികാല് തകർക്കാം. ഈ നമുക്കൊക്കെ ഒരു പ്രവാചകൻ, ഒരു പാസ്റ്റർ വന്നിട്ട് ഒരു ദൂത് പറയുകയാണ്, നിന്നെ അനുഗ്രഹിക്കും, നിന്നെ മാനിക്കും, നിന്നെ ഉയർത്തുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആമേൻ പറയും, നമ്മൾ കൈയടിക്കും, നമ്മൾ ആ ദൂതിനെ റിസീവ് ചെയ്യും. നീ തകരാൻ പോകുകയാണെന്ന് പറഞ്ഞാൽ, നീ തീരാൻ പോകുകയാണെന്ന് പറഞ്ഞാൽ, നീ കഷ്ടത്തിനകത്തേക്ക് കുറച്ച് നാൾ സഞ്ചരിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ദൂതിനൊന്നും ആമേൻ പറയില്ല. നിങ്ങളാരും മിണ്ടുന്നില്ല. ആ ദൂത് ആമേൻ പറയില്ല. പിശാചിനോട് യഹോവയായ ദൈവം ഡയറക്റ്റ് ദൂത് കൈമാറിയ ഈ കാലഘട്ടത്തിലെ പ്രവാചകന്മാരൊന്നും അല്ല ദൂത് പറഞ്ഞത്. സാക്ഷാൽ യഹോവയായ ദൈവം പിശാചിനോട് പറയുകയാണ്, നിന്നെ തകർക്കുന്ന ഒരു സന്തതി സ്ത്രീയിൽ നിന്ന് ജനിക്കും, ആ സന്തതി നിന്റെ തല തകർക്കും. നിനക്കൊരു ഓപ്ഷൻ ഉണ്ട്, നിനക്കവൻ്റെ കുതികാലിനെ തകർക്കാം. പിശാചിനൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നിനക്കവൻ്റെ കുതികാലിനെ തകർക്കാം. പിശാചിന്റെ തല തകർത്താൽ അവന് നിന്റെ കുതികാലിനെ തൊടാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പിശാചിന്റെ തല തകർത്താൽ നിന്റെ കുതികാലിന് അവന് തൊടാൻ പറ്റത്തില്ല. പക്ഷെ നിന്റെ കുതികാൽ തകർത്താൽ നിനക്ക് പിശാചിന്റെ തലയും തൊടാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പിശാചിനൊരു ഓപ്ഷൻ ദൈവം കൊടുത്തിട്ടുണ്ട്. ഇന്ന് പകൽ ഞാൻ ഈ ചർച്ചിനകത്ത് ശുശ്രൂഷിക്കുമ്പോൾ ആരുടെയൊക്കെ കുതികാലുകളാണ്, ആരുടെയൊക്കെ വേഗതയാണ് പിശാച് തകർത്തുവോ അതിനെ മുഴുവൻ തിരിച്ചു പിടിക്കാൻ തക്കവണ്ണമുള്ള ഒരാത്മാവിൻ്റെ ചലനവും ചൈതന്യവും ഇതിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഈ പകൽ കൈമാറാൻ പോകുകയാണ്. ആരുടെയൊക്കെയോ വേഗതയെ തടഞ്ഞ് പിശാച് നിന്റെ കുതികാലിനെ തകർത്തെങ്കിൽ ഇന്ന് പകൽ തലയെ തകർക്കുന്ന അഭിഷേകത്തോടെ നിന്നെ ദൈവത്തിൻ്റെ ആത്മാവ് എഴുന്നേൽപ്പിക്കുകയും ഇന്ന് പകൽ ചിലതിനെ കുതിച്ചെഴുന്നേൽപ്പിക്കാൻ, ചിലതിനെ കുതിച്ചെഴുന്നേൽപ്പിക്കാൻ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ഈ പകൽ ചിലതിന്റെ കുതിപ്പിനെ തടഞ്ഞ് ആ പിശാചിന്റെ ആധിപത്യത്തെ തകർക്കുന്ന ഒരു അസാധാരണമായ ദൈവിക അഭിഷേകത്തിന്റെ കരം ഇന്ന് പകൽ ഇതിനകത്ത് ചലിക്കുകയാണ്. അതിനെ ആത്മാവിൽ തിരിച്ചറിയുന്നവർ, അതിനെ ആത്മാവിൽ സ്വീകരിക്കുന്നവർ ഉണ്ടെങ്കിൽ കരം അടിച്ച് ശക്തിയോടെ ആ കുതിപ്പിലേക്ക് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില കുതിപ്പുകൾ ചിലരെ കുതിച്ചെഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ചിലതിനെ ദൈവാത്മാവ് ഇന്ന് പകൽ കുതിച്ചെഴുന്നേൽപ്പിക്കും. 2 ദൂത് പിശാചിന് കൊടുത്തു, നീ പൊടി തിന്നും, നീ പൊടി തിന്നും. ഞാൻ ആ ഭാഗങ്ങളൊന്നും ഒത്തിരി വ്യാഖ്യാനിക്കുന്നില്ല. നീ പൊടി തിന്നും. 2, നീ അവൻ്റെ കുതികാൽ തകർക്കും. 2 ദൂതാണ് പിശാചിന് അഡ്വാൻറ്റേജ് ആയിട്ട് കൊടുത്തത്. ആദമിനോട് ദൈവം ദൂത് പറഞ്ഞപ്പോൾ, ആദമിനോട് ദൈവം സംസാരിച്ചപ്പോൾ, നീ പൊടിയാകുന്നു, നീ പൊടിയിലേക്ക് പോകും. വായിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. നിലത്തുനിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചോ? ആദമിനോട് ദൈവം പറയുകയാണ് നീ പൊടിയാകുന്നു. പിശാചിനോട് പറഞ്ഞ ദൂതെന്ന് പറഞ്ഞാൽ നീ പൊടി തിന്നും. 2 ദൂതാണ് പിശാചിൻ്റെ കൈക്കകത്ത് കിടക്കുന്നത്. 1 പൊടി തിന്ന, 2 കുതികാൽ തകർക്കാം. ഞാൻ നിങ്ങളോട് കൈമാറാം. ഇന്നും പിശാച് എന്തെങ്കിലും മെനയുന്നുണ്ടെങ്കിൽ ഈ 2 മേഖലയ്ക്കകത്താണ്. പിശാച് ഇന്നും എന്തെങ്കിലും തന്ത്രം മെനയുന്നുണ്ടെങ്കിൽ ഈ 2 മേഖലയ്ക്കകത്താണ്. 1 നിന്റെ കുതിപ്പിനെ തടയുക, 2 നിന്നെ മരണത്തിലേക്ക് വലിച്ചിടുക.
പൊടി തിന്നും എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ട ഭൂമിയിൽ ആത്മാവിൽ വീണ്ടും ജനിക്കാതെ നിയമത്തിനകത്ത് നിൽക്കാതെ നിന്നെ ആ മണ്ണ് മാടി വിളിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം കേൾക്കുന്ന വാർത്തകളുടെ മരണം ലോകത്തിന് അതിശയമില്ല, പക്ഷെ ആത്മീകൻ അതൊരു ഞെട്ടലോടെ കാണും. ഒരു ബസ്, നിങ്ങൾ ഉദാഹരണം ഒരു ബസ് ഇടിച്ച് 150 പേർ മരിച്ചെന്നിരിക്കട്ടെ. ലോകക്കാർക്ക് കാണുമ്പോൾ അതൊരു ആക്സിഡൻ്റാണ്. ഒരാത്മീകന് അതിനെ നോക്കുമ്പോൾ അതിനകത്ത് രക്ഷിക്കപ്പെട്ട എത്രണ്ണമുണ്ട്. ഒരാത്മീകൻ അതിനെ വീക്ഷിക്കുന്നത് അതിനകത്ത് രക്ഷിക്കപ്പെട്ട എത്രയുണ്ട്, അതിനകത്ത് സ്നാനപ്പെട്ട എത്രണ്ണമുണ്ട്, അതിനകത്ത് വചനത്തിനകത്ത് നിൽക്കുന്ന എത്ര പേരുണ്ട്. ലോകക്കാർക്ക് അത് ആക്സിഡന്റ്, മരണവും. ആത്മീകനും ആത്മഭാരവും ഉള്ളവനും അതിനകത്ത് നിത്യജീവൻ നഷ്ടപ്പെട്ട എത്ര പേരുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ ഈ പറയുന്നത്? ആത്മാക്കളെ കുറിച്ചുള്ള ഭാരമൊക്കെ പ്രസന്റിലെ സഭകൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം പ്രസന്റിലെ സഭകൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. പിതാക്കന്മാരുടെ കാലഘട്ടത്ത് അവർ ആത്മാക്കളുടെ ഭാരത്തിന് വേണ്ടി, അവർ അതിനു വേണ്ടി മാത്രം ഉപവസിക്കുമായിരുന്നു. ഹല്ലേലൂയ. പിശാചിന് 2 അഡ്വാൻറ്റേജ് ആണ്. ഒരുവൻ രക്ഷയിലേക്ക് വരുന്നതിന് മുൻപ് അവൻ എന്ത് ചെയ്യുക? അവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ചെറുതായിട്ടൊന്ന് അറിഞ്ഞു വരുമ്പോൾ, സത്യം അറിഞ്ഞു വരുമ്പോൾ, ആ സത്യത്തിനകത്ത് നിലനിർത്തുന്നതിന് മുൻപ് അവനെ വലിക്കുക. ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗമൊക്കെ തൊട്ട് വരും. ഹല്ലേലൂയ. പിശാചിന് 2 ദൂത് കൊടുത്തു. ആ 2 ദൂതിൻ്റെയും പിൻബലത്തിലാണ് പിശാച് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ഏദെൻ തോട്ടത്തിൽ നിന്ന് ആദമും ഹവ്വയും പുറത്താണ്. 2 ദൂതിനകത്ത് പിശാച് നിൽക്കുകയാണ്. ഇനി നിങ്ങൾ അല്പം മിനിറ്റുകൾ കൂടെ എന്നെ ശ്രദ്ധയോടിരിക്കണം. ഹല്ലേലൂയ. പിശാചിന് ഒരു കാര്യം നന്നായിട്ടറിയാം. സ്ത്രീയുടെ സന്തതിയായി ജനിക്കുന്ന ഒരുവൻ ഉണ്ടെങ്കിൽ അവൻ എൻ്റെ തല തകർക്കും. സ്ത്രീയുടെ സന്തതിയെ, അതായത് ഹവ്വയിൽ നിന്നൊരു സന്തതി ജനിക്കുമ്പോൾ ആ സന്തതി എൻ്റെ തല തകർക്കും. പിശാച് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്, ആരാണ് ഈ സ്ത്രീയുടെ സന്തതി? സ്ത്രീയിൽ നിന്ന് എന്നാണ് ഒരു സന്തതി ജനിക്കുന്നത്? അങ്ങനെ പിശാച് വെയിറ്റിങ്ങിലാണ്. എന്തിനാണെന്നറിയാമോ? ഈ നമ്മളൊക്കെയാണ് ഒരു ദൂത് കേട്ടാൽ ആ ദൂതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കത്തില്ല. ഒരു വചനം കേട്ടാൽ ആ വചനത്തിന് വേണ്ടുവണ്ണം പ്രാധാന്യം കൊടുക്കത്തില്ല. വിളിക്കൊത്തവണ്ണം നമ്മൾ ഓടത്തില്ല. അത് പറഞ്ഞപ്പോൾ ആരാമയും പറഞ്ഞില്ല. വിളിക്കൊത്തവണ്ണം നമ്മൾ എന്ത് ചെയ്യത്തില്ല? ഓടത്തില്ല. പകൽ ആരോടോ ദൈവാത്മാവ് എന്നോട് പറയാൻ പറയുന്ന ദൂതാണ്, വിളിക്കൊത്തവണ്ണം ഓടണം. ഒരു IAS ആകണമെന്നുണ്ടെങ്കിൽ അവൻ ചെറുപ്പത്തിൽ ജനറൽ നോളജ് പഠിച്ചേ വളരാവും. അല്ല, ഞാൻ +2 ഡിഗ്രിയും എല്ലാം കഴിഞ്ഞിട്ട് ഇനി ജനറൽ നോളജിലേക്ക് കയറാം എന്നിരുന്ന അവൻ്റെ നിവർത്തിക്ക് കാലതാമസം ഉണ്ടാകും. കാലതാമസത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം വിളിക്കൊത്തവണ്ണം ഓടാത്തത് കൊണ്ടാണ്. നമ്മളെല്ലാം പിന്നെ 5 മിനിറ്റ് പ്രാർത്ഥനക്കാരാണല്ലോ. ആര് സ്തോത്രം പറഞ്ഞില്ല? 5 മിനിറ്റ് പ്രാർത്ഥനക്കാരാണ്. ഹല്ലേലൂയ. വിളിക്കൊത്തവണ്ണം ഓടണം. ആമേൻ പറഞ്ഞേ. ഇന്നു മുതൽ തീരുമാനം എടുക്ക്, വിളിക്കൊത്തവണ്ണം ഞാൻ ഓടാൻ പോകുകയാണെന്ന്. എന്നെ വിളിച്ച വിളി വലുതാണ്. പിശാചിന്റെ തലയെ തകർക്കുന്ന ഒരു അഭിഷേകം ദൈവം എൻ്റെ മേൽ കൈമാറിയിട്ടുണ്ട്. ആ വിളിക്കൊത്തവണ്ണം ഇന്നു മുതൽ ഞാൻ ഓടാൻ തുടങ്ങുകയാണ്. ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ കരയും. ആത്മഭാരം എൻ്റെ അകത്തുണ്ട്. എല്ലാ സ്വാർത്ഥ മനോഭാവങ്ങളും ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ നിർവീര്യമാകട്ടെ. സ്വാർത്ഥതകൾ മാറട്ടെ. സ്വന്തം കുടുംബത്തിന് വേണ്ടി മാത്രം, സ്വന്തം തലമുറയ്ക്ക് വേണ്ടി മാത്രം ഇരിക്കുന്നത് നിർത്തിയിട്ട് നിന്നെ വിളിച്ച വിളിക്കൊത്തവണ്ണം
ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. കരം ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവാത്മാവ് എന്നോട് ശക്തമായി ഓർമ്മിപ്പിക്കാൻ പറയുകയാണ്, വിളിയുള്ള ചിലതിനെ മറച്ചിരുത്തുന്ന പിശാചിന്റെ ആധിപത്യങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾക്കെതിരെ ആധിപത്യം പുലർത്തുമ്പോൾ അതിനെ ജയിക്കുവാൻ തക്കവണ്ണം വിളിക്കൊത്തവണ്ണം ഓടുക. ഹല്ലേലൂയ. പിശാച് വെയിറ്റിംഗിലാണ്. പിശാച് വിളിയുള്ളവനെ മാത്രമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിശാചിൻ്റെ കണ്ണ് ഇപ്പോൾ നോക്കുന്നത് ആദമിനെയും ഹവ്വയുമാണ്. പിശാച് തല ഉയർത്തി എപ്പോഴെന്നറിയാമോ? ഞാൻ ആ ഭാഗം കൂടെ തൊട്ടുപോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പിശാചിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൂസിഫർ കേട്ടിട്ടുണ്ടല്ലോ. ലൂസിഫർ എങ്ങനെയാണ് സ്വർഗത്തിലായിരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അരുണോദയ പുത്രനെ കുറിച്ച് നിങ്ങൾക്കറിയാം. തന്നെക്കുറിച്ചുള്ള അലങ്കാരം അറിയാം. താൻ ഭൂമിയിലേക്ക് സഞ്ചരിച്ചപ്പോൾ ഏദൻ തോട്ടത്തിനകത്ത് രണ്ടുപേര് നിൽക്കുകയാണ്. ആ രണ്ടുപേരും തേജസ്സിൻ്റെ വസ്ത്രത്തിൽ നിൽക്കുകയാണ്. പിശാചിൻ്റെ ഒന്നാമത്തെ പദ്ധതി, പിശാചിൻ്റെ പദ്ധതികളിൽ പ്രധാനപ്പെട്ട പദ്ധതി, താൻ അലങ്കരിച്ച പദം ഇനി ആരും അലങ്കരിക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മുൻപിൽ എപ്പോഴും വരാൻ പറ്റുന്ന വിധത്തിലായിരുന്ന ആദമും ഹവ്വയും മരത്തിൻ്റെ കീഴിൽ മറയാൻ കാരണം അവരുടെ തേജസ്സിൻ്റെ വസ്ത്രം നഷ്ടപ്പെട്ടതാണ്. ഇന്ന് പകൽ ഞാൻ ഈ സന്ദേശം കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് ശക്തമായിട്ട് ഇടപെടുകയാണ്. നിങ്ങൾ ദൈവവുമായിട്ട് ഭയങ്കരമായ ഒരു കണക്ഷനിലേക്ക് ഇന്ന് പകൽ ദൈവം കൊണ്ടുവരാൻ പോകുകയാണ്. കുഞ്ഞുങ്ങളോട് പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറയുകയാണ്, നിങ്ങൾ ദൈവവുമായിട്ടൊരു ബന്ധത്തിലേക്ക് അടുത്തു വരാൻ പോകുകയാണ്. ഹാലുലി, കൃപയുള്ളവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞ്. ഇതുവരെയുള്ള ബന്ധമല്ല, ഒട്ട് പിരിയാൻ കഴിയാത്ത ഇഴുകിച്ചേരുന്ന ഒരാഴമേറിയ ബന്ധത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കൊണ്ടുവരാൻ പോകുകയാണ്. ഇനി നിങ്ങൾ മറഞ്ഞിരിക്കത്തില്ല. ഒരു മരവും നിങ്ങളെ മറവായി ഇരിക്കാത്ത വിധത്തിൽ നിങ്ങൾ പുറത്തു വരാൻ പോകുകയാണ്. ആ ബന്ധം ഹല്ലേലൂയ, ദൈവവുമായിട്ടുള്ള പിരിയ ബന്ധം, ദൈവവുമായിട്ടുള്ള പിരിയ ബന്ധം. പിശാച് നിങ്ങളെ ബന്ധത്തെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഒന്ന് രണ്ട് മിനിറ്റുകൾ ശ്രദ്ധിക്കുക. പിശാചിന് നിങ്ങൾ ഉയരുന്നത് വിഷയമല്ല, പിശാച് നിങ്ങൾ താഴുന്നത് വിഷയമല്ല. നിങ്ങൾ സമൃദ്ധിയിലേക്ക് പോകുന്നത് പിശാചിന് വിഷയമല്ല. നിങ്ങൾ വീട് വയ്ക്കുന്നതോ കാർ മേടിക്കുന്നതോ ബംഗ്ലാവ് പണിയുന്നതോ അമേരിക്കയിൽ പോകുന്നതോ ലണ്ടനിൽ പോകുന്നതോ പിശാചിന് വിഷയമല്ല. പിശാചിൻ്റെ വിഷയം നീ ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. വീട്ടിൽ ഒരു വഴക്കുണ്ടാകുമ്പോൾ ഇന്ന് പ്രാർത്ഥിക്കുന്നില്ല, ഇന്ന് ഭക്ഷണം കഴിക്കുന്നില്ല. നമ്മളെടുക്കുന്ന തീരുമാനങ്ങളാണ്. ഇനി ഭക്ഷണം കഴിക്കുന്നില്ല, പ്രാർത്ഥനയില്ലെന്ന്. കാരണം പിണക്കമാണ്. ആർക്ക് നഷ്ടം? ആർക്കാ നഷ്ടം? ഹല്ലേലൂയ. ദൈവം ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്നവനാണ്. ദൈവത്തിന് നിങ്ങൾ ദൈവത്തോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് ദൈവത്തിൻ്റെ ഹൃദയത്തെ നിങ്ങളുടെ മുൻപിൽ തുറക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. പിന്നെ നമ്മൾ എല്ലാ ദിവസവും രാത്രി ഒരു മണിക്കൂർ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ മുൻപിൽ തുറന്നു കൊടുക്കും. ദൈവത്തിൻ്റെ ഹൃദയം എന്തെന്ന് നമുക്കറിയണ്ട. പ്രാർത്ഥനാ വിഷയം ഒരു പേപ്പറിൽ എഴുതിത്തരാൻ പറഞ്ഞാൽ നമ്മൾ പരീക്ഷയ്ക്ക് എസ് എഴുതുന്ന പോലെ എഴുതിത്തരുന്നത് ഒരു കുന്നാരം പ്രാർത്ഥനാ വിഷയം. അതിനകത്ത് എല്ലാം കഴിഞ്ഞിട്ട്
ഞാൻ ഈ പ്രാർത്ഥനാ വിഷയങ്ങൾക്കൊക്കെ ഈ പ്രാർത്ഥിക്കാൻ ഇരുന്നത് കൊണ്ട്, പ്രാർത്ഥന വിഷയങ്ങൾ കണ്ടതുകൊണ്ട് പറയും. എല്ലാത്തിൻ്റെയും അവസാനം ഒരു പ്രാർത്ഥന വിഷയം, ആത്മീക വർധനവ്. ലാസ്റ്റ് ആത്മീക വർധനവ്, തലമുറകളുടെ ആത്മീക വർധനവ് ലാസ്റ്റ്. ഹല്ലേലൂയ. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതിനെ ലാസ്റ്റ് കൊടുക്കും. കരം ഉയർത്തിയ ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ദൈവവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിലേക്ക് കൊണ്ടുവരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ മാത്രം കരം ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്ത് പിശാച് കാണണമിത്. നിന്നെ ബന്ധത്തിൽ നിന്ന് അകറ്റിയ പിശാച് കാണണം. നീ ദൈവവുമായി ബന്ധത്തിലേക്ക് തിരിച്ചു വരുന്നത്, നീ വെളിപ്പാടിലേക്ക് തിരിച്ചു കയറുന്നത്, നീ പ്രാർത്ഥനയിലേക്ക് തിരിച്ചു കയറുന്നത്, നീ വചനത്തിലേക്ക് തിരിച്ചു കയറുന്നത്, നിന്റെ അന്യഭാഷ, നിന്റെ നോട്ടം, നിന്റെ വാക്കുകൾ പിശാച് കാണണം. പിശാച് കാണണമത്. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ, യേശുവുമായിട്ടുള്ള ബന്ധം. ഏദൻ തോട്ടത്തിനകത്ത് അവൻ വരുമ്പോൾ എന്നും വരുന്നത് പോലെ, എന്നും സംസാരിക്കുന്നത് പോലെ, ഹല്ലേലൂയ. കരം ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താണ്. പിശാച് വെയിറ്റ് ചെയ്യുന്നത് സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന സന്തതിക്കാണ്. അങ്ങനെ പിശാച് വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ആദമിനും ഹവ്വയ്ക്കും ഒരു സന്തതി ഉണ്ടായി. ആ സന്തതിയുടെ പേരാണ് കായീൻ. ഞാൻ സാധാരണ പ്രസംഗിക്കുന്നത് ചോദിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. കായീൻ. ഒരു ചർച്ചിൽ ചെന്ന് ചോദിച്ചപ്പം അവർക്കറിയില്ല പേര്. ഹല്ലേലൂയ. രണ്ടാമതൊരു സന്തതി ഉണ്ടായി. ആ സന്തതിയുടെ പേരാണ് ഹാബേൽ. ആദമിനും ഹവ്വയ്ക്കും 2 സന്തതി ഉണ്ടായി. എത്ര സന്തതി ഉണ്ടായി? 2 സന്തതി ഉണ്ടായി. പിശാചിൻ്റെ അകത്ത് ആ ദൂത് ചലിക്കാൻ തുടങ്ങി. ആ ദൂത് ഇങ്ങനാണ്: സ്ത്രീയുടെ അകത്തു നിന്നൊരു സന്തതി ജനിക്കും, ആ സന്തതി എൻ്റെ തല തകർക്കും. കയ്യിനെ നോക്കിയിട്ട് പിശാച് പറയുന്നത് ഇങ്ങനാണ്: ഇവൻ എൻ്റെ തല തകർക്കാൻ സാധ്യതയുണ്ട്. ഹാബേലിനെ നോക്കിയിട്ട് പിശാച് പറയും: ഇവൻ എൻ്റെ തല തകർക്കാൻ സാധ്യതയുണ്ട്. പിശാച് നമ്മെ നോക്കിയിട്ടും പറയും: ഇവൻ എൻ്റെ തല തകർക്കാൻ സാധ്യതയുണ്ട്. ഇതിനകത്തുനിന്ന് പോകാവൂ, തിരിച്ചറിഞ്ഞിട്ടേ പോകാവൂ. നിന്റെ അകത്തൊരു അഭിഷേകം ചലിക്കുന്നുണ്ടെന്ന്, നിന്റെ വിളി വലുതാണെന്ന്, നിന്റെ മേൽ കിടക്കുന്ന നിയോഗങ്ങൾ വലുതാണെന്ന്, നിന്റെ മേൽ കിടക്കുന്ന അധികാരങ്ങൾ വലുതാണെന്ന്, നീ ഒരു ദൈവത്തിൻ്റെ പുത്രനാണെന്ന്, നീ ദൈവത്തിൻ്റെ പുത്രിയാണെന്ന്, നിന്നെ ദൈവം രക്തം കൊണ്ട് വീണ്ടെടുത്തതാണെന്നും അവസാനത്തുള്ളിൽ ചോര വരെ ദൈവം നിനക്ക് വേണ്ടി ഊറ്റി തന്നതാണെന്നും നിന്നെ പിശാചിന് വിട്ടുകൊടുക്കാനല്ല, പിശാചിന്റെ മേൽ ആധിപത്യം പുലർത്താനാണ്. ഇരുട്ടിന്റെ മേൽ ആധിപത്യം പുലർത്താനാണ്. പട്ടണത്തിനകത്ത് മന്ത്രവാദമല്ല ആധിപത്യം പുലർത്തുന്നത്, പട്ടണത്തിനകത്ത് ദൈവസഭ ആധിപത്യം പുലർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയും, പിശാച് ഭയങ്കര അഡ്വാൻറ്റേജാണ്. പിശാച് നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മെക്കാളും നമ്മുടെ വിളിയെ പിശാചിനറിയാം. നമ്മെക്കാളും ഒരു ദൂത്, 1 വർഷം മുമ്പ് കേട്ട ദൂത് ഏതാ ആൻറ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ മറന്നുപോയെന്ന് പറയും. പക്ഷെ പിശാചിനോട് ചോദിച്ചാൽ ഇന്ന ദൂതാണെന്ന് പറയും. കാരണം എന്നാണെന്നറിയാമോ? നമ്മളാ മറന്നത്, ദൈവം മറക്കത്തില്ല. നമ്മളാണ് മറന്നത്, ദൈവം മറക്കത്തില്ല. ഒരു ദിവസം ആ ദൂതിനെ അവൻ്റെ മുകളിൽ എൻ്റെ ദൈവം നിവർത്തിക്കുമെന്ന് പിശാചിനറിയാം.
വെറും വാക്ക് പറയുന്നവനല്ല ഞാൻ സേവിക്കുന്ന ദൈവം. അവനൊരു ദൂത് പറഞ്ഞാൽ അത് നിവർത്തിച്ചിരിക്കും. പക്ഷെ നമ്മൾ മറന്നുപോകും. പിശാച് മറക്കത്തില്ല. പിശാച് ശ്രദ്ധിക്കുകയാണ്. സ്ത്രീയിൽ നിന്ന് ജനിച്ച 2 സന്തതികൾ, കയീൻ, ഹാബേൽ. പിശാചിനറിയാം ഈ 2 സന്തതികൾ എൻ്റെ തല തകർക്കാൻ സാധ്യതയുണ്ട്. തല തകർക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? അവൻ്റെ കുതികാലിനെ തകർക്കണം. ആരുടെ? കയീൻ്റെയും ഹാബേലിൻ്റെയും കുതികാലിനെ തകർത്താൽ യുവമാരൻ്റെ തല തൊടത്തില്ല. യുവമാരൻ്റെ തല തൊടത്തില്ല. നിങ്ങൾ 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ശബ്ദമുയർത്തി ഒന്ന് വായിക്കാമോ? 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. അത് തന്നെ. നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു. അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു. അതിൻ്റെ മുൻപിലത്തെ പദം, നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു. ആ ഡോറ്, പാപം വാതിൽക്കൽ കിടക്കുകയാണ്. നീ ആ ഡോർ ഓപ്പൺ ചെയ്തിട്ട് നീ അടുത്ത് കാൽപാദം പതിപ്പിക്കുന്നത് പാപത്തിലേക്കാണെങ്കിൽ നിന്റെ കുതികാല് തകരും. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നേ? പാപം നിന്റെ വാതിൽക്കൽ കിടക്കുകയാണ്. ഈ ഉലകം പാപത്തിനകത്ത് നിറഞ്ഞു കിടക്കുന്നതാണ്. അതിൻ്റെ ആഗ്രഹം നിന്നോടാണ്. പാപത്തിൻ്റെ ആഗ്രഹം നിന്നോടാണ്. നീയോ അതിനെ കീഴടക്കണം. ഒരാമേൻ പറഞ്ഞേ. നീയോ അതിനെ കീഴടക്കണം. ഇന്ന് പകൽ ഞാനൊരു ദൂത് നിങ്ങളോട് കൈമാറാം. നിങ്ങൾ വലിയ പ്രവാചകന്മാരായില്ലെങ്കിലും, നിങ്ങൾ വലിയ ശുശ്രൂഷകരായില്ലെങ്കിലും, നിങ്ങൾ ഒരാത്മാക്കളെ നേടിയില്ലെങ്കിലും പാപത്തെ കീഴടക്കുന്ന ഒരഭിഷേകം നിങ്ങളുടെ അകത്ത് ചലിക്കണം. PMG സഭയ്ക്കകത്ത് പാപത്തെ കീഴടക്കുന്ന ദൈവമക്കൾ എഴുന്നേൽക്കട്ടെ. പാപത്തെ കീഴടക്കുന്ന ദൈവമക്കൾ എഴുന്നേൽക്കട്ടെ. പാപത്തെ കീഴടക്കുന്ന യൗവന തലമുറകൾ എഴുന്നേൽക്കട്ടെ. പാപത്തെ കീഴടക്കുന്ന തലമുറ, പാപത്തെ കീഴടക്കുന്ന ദൈവമക്കൾ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമുയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഇന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുകയാണ്. നിങ്ങൾക്ക് കീഴടക്കാൻ കഴിയും. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസത്തോടെ പറയാൻ കഴിയും എനിക്ക് കീഴടക്കാൻ കഴിയുമെന്ന്? ഈ ശബ്ദം ഞാനല്ല കേൾക്കേണ്ടത്, ഈ ശബ്ദം പിശാചാണ് കേൾക്കേണ്ടത്. എനിക്ക് കീഴടക്കാൻ കഴിയും. ഹാമാന്റെ ഭാര്യ പറഞ്ഞത് ഇങ്ങനെയാണ്: അവൻ യഹൂദനെങ്കിൽ നിനക്കവനെ ജയിക്കാൻ കഴിയത്തില്ല. നിന്റെ കഴുകുമരം ഉയരുന്നത് വെറുതെയാണ്. നിനക്കവനെ ജയിക്കാൻ കഴിയത്തില്ല. ഒരു പ്രവാചകൻ വന്നു പറഞ്ഞ ദൂതല്ല. ശത്രുപാളയത്തിനകത്തിരുന്ന് കഴുകുമരം ഉയർത്തുന്നവന്റെ ഭാര്യ പറയുകയാണ് നിനക്ക് മൊർദെഖായിയെ ജയിക്കാൻ കഴിയത്തില്ലെന്ന്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കൈമാറാം. നിന്നെ ജയിക്കാൻ കഴിയത്തില്ല. ശത്രു മണ്ഡലങ്ങൾ അത് തിരിച്ചറിയാൻ പോകുകയാണ്. PMG സഭയെ തകർക്കാൻ കഴിയത്തില്ല. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, അഭിഷക്തന്മാരെ തകർക്കാൻ കഴിയത്തില്ലെന്ന് പൈശാചിക മണ്ഡലം തിരിച്ചറിയാൻ പോകുകയാണ്. ശക്തിയോടെ ഉയർന്നു നിൽക്കുന്ന കഴുകുമരം നിനക്കെതിരെ തിരിഞ്ഞ ഹാമാന് നേരെ തിരിഞ്ഞതുപോലെ നിനക്ക്
ശക്തിയോടെ കീഴടങ്ങുകയാണ്, 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 കീഴടങ്ങുകയാണ്. കീഴടങ്ങുകയാണ്, കീഴടങ്ങുകയാണ്. ആത്മാവിൽ പ്രതികരിക്കുവാൻ കരുത്തുള്ളവർ, ആത്മാവിൽ പ്രതികരിക്കുവാൻ കരുത്തുള്ളവർ ആത്മാവിൽ തന്നെ പ്രതികരിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ തലമുറകൾക്കെതിരെ നിൽക്കുന്നത്, യൗവനക്കാർക്കെതിരെ നിൽക്കുന്നതിനെ കീഴടക്കുന്ന Hallelujah, hallelujah. Glory to God, glory to God. കരം ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. പറ്റുമെങ്കിൽ 2 കരം ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. ഈ കരം ഉയർത്തി മഹത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ ക്രൂശിൽ ഇങ്ങനെ തറച്ചിരിക്കുകയാണ്. അവൻ ക്രൂശിൽ 2 ആണികളാൽ ക്രൂശിൽ തറയ്ക്കപ്പെട്ടത് നിന്റെ കരം താഴാനല്ല, നിന്റെ കരം ഉയരാനാണ്. പറ്റുമെങ്കിൽ മഹത്വം കൊടുക്കുമ്പോൾ 2 കരവും ഉയർത്തി തന്നെ കൊടുക്കണം. ഹല്ലേലൂയ. കയ്യിനോട് ഓൾറെഡി ദൈവം ദൂത് കൈമാറുകയാണ്. നീ സഞ്ചരിക്കുന്ന പാതയ്ക്കകത്ത് പാപമുണ്ട്, അതിൻ്റെ മോഹം നിന്നോടാണ്, നീ അതിലേക്ക് കാലെടുത്ത് വെക്കരുത്. എല്ലാ ഞായറാഴ്ചയും പള്ളി വരണമെന്നും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരണമെന്നും ദൈവദാസന്മാർ ആവർത്തിച്ച് നമ്മോട് പറയുന്നത്, നമ്മുടെ മുൻപിൽ നമ്മെ വീഴ്ത്താൻ ചില മേഖലകൾ ഒരുങ്ങിയിരിക്കുമ്പോൾ, ചില കെണികൾ ഒരുക്കി വെച്ചിരിക്കുമ്പോൾ അതിനെ തകർക്കുന്ന ദൂതാണ് ഈ ആഴ്ചകളിൽ ഇതിനകത്ത് വെളിപ്പെടുന്നത്. ആ ദൂതിനെ പിടിക്കാതെ ആഴ്ചകൾ ആ കെണിക്കകത്ത് പെട്ടിട്ട് വന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. എല്ലാം ഫ്ലോപ്പായതിന് ശേഷമേ വരത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ മൊത്തത്തിന് തിരിയും, സിസ്റ്റങ്ങൾ മൊത്തം തിരിയും. ഇനി ഭയങ്കര ദൈവസഭകളിന് അഡ്വാൻറ്റേജാണ്. ദൈവസഭയുടെ വേഗതകളെ വർദ്ധിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. അപ്പം ഞാൻ വചനത്തിലേക്ക് കടന്നു വരും. അപ്പോൾ പിശാച് പറഞ്ഞു, പിശാചിനറിയാം ഈ സ്ത്രീയുടെ സന്തതി എൻ്റെ തല എന്ത് ചെയ്യും? തകർക്കും. കയീനും ഹാബേലിനും അതിനുള്ള വ്യക്തികളായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പിശാച് ദൈവം കൈമാറുകയാണ്. അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീ അതിനെ കീഴടക്കണം. കയീനത് കേട്ടില്ല. കയീൻ ഹാബേലിനെ കൊന്നു. ഈ പാദമനെയും ഹൗവയെയും പിശാച് നോക്കുമ്പോൾ ഈ സ്ത്രീക്ക് സന്തതികളില്ല. ആ കയീനും ഹാബേലിനും ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ദൂത്, നിനക്ക് തല തകർക്കാൻ കഴിയും. അവർക്കറിയില്ല. ഞാനിങ്ങനെ ചിന്തിക്കും, കയീനെ പോലെ അധഭാഗ്യവാനായ ഒരുവൻ ഉലകത്തിലില്ല. ഹല്ലേലൂയ. എല്ലാം സഹിക്കാം. ഞാൻ എൻ്റെ ശൈലിയിൽ പറഞ്ഞു, എല്ലാം എനിക്ക് സഹിക്കാം. പാവപ്പെട്ട ഹാബേലിനെ കൊണ്ടാവും പോയെ. ഹല്ലേലൂയ. നിയോഗമുള്ളവൻ ഉണ്ടായിരുന്നു, പക്ഷെ അവനവരെ തീർത്തു കളഞ്ഞു. ഞാനിന്ന് പകൽ ഇതിനകത്ത് ഈ ആത്മാവിൽ കൈമാറാം. നിയോഗമുള്ളതിനെ തീർത്ത് കളയുന്ന ചില മേഖലകളെ ഇന്ന് പകൽ ആത്മാവിൽ ജയിക്കാൻ സഭ തയ്യാറാവുക. നിയോഗമുള്ളതിനെ, വിളിയുള്ളതിനെ, തെരഞ്ഞെടുപ്പുള്ളതിനെ, അഭിഷേകമുള്ളതിനെ തീർത്ത് കളയാൻ നോക്കുന്ന ചില കൈയിന്റെ വ്യാപാരങ്ങൾ ഇന്ന് പകൽ സഭ ആത്മാവിൽ ജയിക്കുക. ആത്മാവിൽ ജയിക്കുക.
യേശുവിൻ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇപ്പൊ രണ്ടും തീർന്നു. ഒന്ന് തല താഴ്ത്തിയ പിശാച് പിന്നെയും തല ഉയർത്തി. ഒന്ന് തല താഴ്ത്തിയ പിശാച് പിന്നെയും തല ഉയർത്തി. കാരണം സ്ത്രീയുടെ സന്തതി രണ്ടും ഡെഡായി. അതായത് കയ്യിൻ ജീവനോടുണ്ട്, പക്ഷെ കയ്യിൻ്റെ കുതികാല് പോയി. കയ്യിന് പിശാചിനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കയ്യിന് പിശാചിനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നമുക്ക് വായിക്കാം 4-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. ആദാം തൻ്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു. അവൾ ഒരു മകനെ പ്രസവിച്ചു. കയീൻ കൊന്ന ഹാബേലിനു പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവനെ ശേത്ത് എന്ന് പേരിട്ടു. ആമേൻ. എത്ര പേർക്ക് ഈ വചനത്തോട് ആമേൻ പറയാൻ കഴിയും? ശക്തിയോടെ ആമേൻ പറയാമോ? ഞാൻ കൈമാറിയ ദൂതിനോടല്ല ആമേൻ പറയാൻ പറഞ്ഞ, വായിച്ച വചനത്തോടാണ്. ശക്തിയോടെ ആമേൻ പറഞ്ഞേ. ആമേൻ. ഹല്ലേലൂയ. വചനം കൃത്യമായിട്ട് മോശ തൻ്റെ കൈപ്പടയ്ക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. കയീൻ കൊന്ന് ഹാബേലിന് പകരം അടുത്തൊരു തലമുറ ജനിച്ചു. അവന്റെ പേര് ശേത്ത് എന്നാണ്. ഞാനിത് പറയുന്നത് പിശാചിനോടാണ്. നീ തകർത്ത തലമുറയ്ക്ക് പകരം അടുത്തൊന്ന് ജനിച്ചേ. ഞാൻ പറയുന്ന പിശാചിനോടാണ്. നീ കൊന്ന തലമുറയ്ക്ക് പകരം അടുത്തൊരു തലമുറയെ സ്വർഗത്തിലെ ദൈവം കൈമാറി. ഇന്ന് പകൽ ഈ PMG സഭയോടും കുടുംബങ്ങളോടും ഞാൻ ആത്മാവിൽ കൈമാറാം. നിന്റെ നഷ്ടങ്ങൾക്ക് പകരം ദൈവം ചിലതിനെ കൈമാറാൻ പോകുകയാണ്. അഭിഷക്തന്മാരോട് ഞാൻ ആത്മാവിൽ കൈമാറാം. നഷ്ടങ്ങൾക്ക് പകരം ആത്മാവിൽ പറ. പകരം കൈമാറുകയാണ്. ചിലത് പകരം കൈമാറുകയാണ്. പിശാച് നിന്റെ പ്രാർത്ഥനയാണോ നഷ്ടപ്പെടുത്തിയത്? പ്രാർത്ഥനയാണോ അപഹരിച്ചത്? പ്രാർത്ഥനയാണോ തീർത്തു കളഞ്ഞത്? ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കൈമാറാം. സ്വർഗം പകരം കൈമാറുകയാണ്. പിശാച് എന്തിനെയാണോ തീർത്തത് അവിടം കൊണ്ട് എൻ്റെ ദൈവം സ്റ്റോപ്പ് ചെയ്യത്തില്ല. സ്വർഗം എപ്പോഴും പണിതുകൊണ്ടിരിക്കും. ദൈവം എപ്പോഴും പണിതുകൊണ്ടിരിക്കും. ഇല്ല ഭാഷ, എനിക്ക് കഴിയത്തില്ല, പഴയതുപോലെ കയറി വരാൻ പറ്റത്തില്ല. ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ കൈമാറാം. സ്വർഗം നിനക്ക് പകരം തരും. ഹല്ലേലൂയ. കരമുയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ദൈവം പകരം തരും. ദൈവം ശേത്തിനെ പകരം കൊടുത്തു. ഞാൻ ഇങ്ങനെ 1-2 ദൂതുകൾ വേഗം മറ്റൊരു ഭാഗത്തേക്ക് പോകും. ഒരുവനെ ദൈവം പകരം നിശ്ചയിച്ചാൽ അവന് മറ്റൊരുവനെ സ്വർഗം പകരം കൊടുക്കത്തില്ല. ദൈവം ഒരുവനെ പകരക്കാരായിട്ട് തിരഞ്ഞെടുത്താൽ അവന് പകരക്കാരായിട്ട് പിന്നൊരുവനെ ദൈവം തിരയത്തില്ല. ഉദാഹരണം, യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, നിനക്ക് ഞാനൊരു പകരക്കാരനെ കണ്ടെത്തിയിട്ടുണ്ട്, അവന്റെ പേര് ജോഷുവ എന്നാണ്. എന്നാൽ ഒരിടത്ത് പറഞ്ഞിട്ടില്ല ജോഷുവയ്ക്ക് പകരം ഒരു പകരക്കാരൻ ഉണ്ടെന്ന്. നിങ്ങൾ ആമേൻ പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏലിയാവിന് പകരം സ്വർഗത്തിലെ ദൈവം എലീശയെ തിരഞ്ഞെടുത്തു. എന്നാൽ എലീശയ്ക്ക് പകരം മറ്റൊരുവനെ ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല. ഇന്ന് പകൽ ഇതിനകത്ത് പകരക്കാരുണ്ടോ? നിനക്ക് പകരം മറ്റൊരുവനെ തിരഞ്ഞെടുക്കാൻ എന്റെ ദൈവം, ഹല്ലേലൂയ, നിനക്കൊരു പകരക്കാരനില്ല. ഞാൻ ആത്മാവിൽ കൈമാറാം. PMG സഭയ്ക്ക് മറ്റൊരു പകരമില്ല.
ആരോടൊക്കെ ഈ ദൂതാഴമായി ഇടപെടുന്നുണ്ട്. നിനക്കൊരു പകരക്കാരനില്ല, നിനക്കൊരു പകരക്കാരനില്ല. നീ ആർക്കൊക്കെയോ പകരക്കാരനാണ്. നിങ്ങൾ പകരക്കാരാണ്. ഹല്ലേലൂയ. ശക്തിയോടെ ദൈവത്തിന് ആമേൻ പറയാമോ? സ്വർഗം പകരം തിരഞ്ഞെടുത്തു. പകരം കയീൻ കൊന്ന ഹാബേലിന് പകരം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ഷേത്ത് എന്ന് പേരിട്ടു. നിങ്ങൾ വേദപുസ്തകം ലൂക്കോസിൻ്റെ സുവിശേഷമൊക്കെ എടുക്കണ്ട വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് സന്തതി പരമ്പരകളെക്കുറിച്ച് പറയുമ്പോൾ ആദാമിൻ്റെ സന്തതിക്കകത്ത് കയീൻ എന്നാണ് വരേണ്ടി ഇരുന്നത്. പക്ഷെ കയീൻ അവിടെ വന്നില്ല. പകരം തിരഞ്ഞെടുത്ത ഷേത്തിൻ്റെ പേര്. വംശപാരമ്പര്യത്തിനകത്ത് ഷേത്തിൻ്റെ പേരാണ് എഴുതി വെച്ചിട്ടുള്ളത്. സ്വർഗം പകരം തിരഞ്ഞെടുത്താൽ നിനക്ക് പകരം മറ്റൊരു അപ്പോയിൻമെന്റ് ഇല്ല. എത്ര പേർക്കിന്ന് പകൽ ആമേൻ പറയാൻ കഴിയും? എനിക്ക് പകരം മറ്റൊരു അപ്പോയിൻമെന്റ് ഇല്ല. ആത്മാവിൽ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ പറ, എനിക്ക് പകരം മറ്റൊരു അപ്പോയിൻമെന്റ് ഇല്ല. നിങ്ങളെ പരാജയപ്പെട്ട ആർക്കൊക്കെ വേണ്ടി സ്വർഗം പകരം തിരഞ്ഞെടുത്തതാണെന്ന്. ഹല്ലേലൂയ. ആരൊക്കെയോ നിർത്തിവെച്ച ശുശ്രൂഷകൾക്ക് പകരം തിരഞ്ഞെടുത്തതാണ് നിങ്ങൾ. ഒത്തിരി പിതാക്കന്മാർ ശോഭിച്ച സ്ഥലമാണിത്. അവർക്ക് പകരക്കാരെ ഇന്നും സ്വർഗം തിരയുന്നു. എന്റെ ചോദ്യം, എന്റെ വ്യാഖ്യാന വരങ്ങൾ ആദിമ സഭയിൽ വെളിപ്പെട്ട വ്യാഖ്യാന വരങ്ങൾ എന്തേ? സ്വർഗം തിരയുകയാണ്. ഈ വ്യാഖ്യാനത്തെ കൈമാറുന്ന ഒരുവൻ ഭൂമിയിൽ നിന്ന് നിലവിളിക്കുന്നുണ്ടോ, എനിക്കൊന്ന് വ്യാഖ്യാനിക്കാൻ കൃപ പകരണമേ എന്നും. ഹല്ലേലൂയ. സ്വർഗം ചേർത്ത് നടത്തിയ യേശുവിന്റെ കൂടെ 3.5 വർഷം പ്രാണസ്നേഹിതനായി കൊണ്ടു നടന്ന യൂദ തീർന്നപ്പോൾ സ്വർഗം ഒരു പകരം തിരഞ്ഞെടുത്തു. സ്വർഗം കൊണ്ടു നടന്നവർക്ക് പോലും ശുശ്രൂഷ ചെയ്യാൻ കഴിയാതെ അവർ ഇട്ടേച്ചു പോയപ്പോൾ സ്വർഗം ഒരു പകരം തിരഞ്ഞെടുത്തു. ഞാൻ ഇന്ന് പകൽ ഈ സഭയോട്, ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് ആത്മാവിൽ കൈമാറുന്ന ഒരു പ്രധാനപ്പെട്ട ദൂതാണ്, സ്വർഗം ഇന്നും പകരക്കാരെ അന്വേഷിക്കുകയാണ്. ആത്മനിറവിൽ പട്ടണങ്ങൾ സഞ്ചരിച്ച് പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഷ്ടതയിലും പ്രതിസന്ധിയിലും പ്രതികൂലത്തിലും വെയിലിലും മഴയിലുമൊക്കെ നടന്ന് സഞ്ചരിച്ച ഒത്തിരി പിതാക്കന്മാർ ഹല്ലേലൂയ ബാക്കി വെച്ച ശുശ്രൂഷയെ മുൻപോട്ട് കൊണ്ടുപോകാൻ സ്വർഗം ഇന്ന് പകലിലും പകരക്കാരെ തിരയുകയാണ്. പകരക്കാരെ തിരയുകയാണ്. ഇതെത്ര പേർക്ക് പറയാൻ കഴിയും? ആ പകരക്കാരൻ ഞാനാണ്. നിങ്ങൾക്ക് പേടിയുണ്ടോ? ഹല്ലേലൂയ. മോശയുടെ ശുശ്രൂഷ പകരമേറ്റെടുക്കാൻ ജോഷുവ ഒരുങ്ങുമ്പോൾ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ, മോശ ചെങ്കടലിൻ്റെ മുൻപിൽ നിന്ന് വടി നീട്ടിയ 2 ചെങ്കടൽ പിളരും. ഒരു വടി പോലും കയ്യിലില്ലാതെ ജോഷുവ നടക്കുകയാണ്. ഒരു വടി പോലും കയ്യിൽ ഇല്ല. മോശ ആകാശത്തെ നോക്കി പ്രാർത്ഥിച്ചാൽ ആകാശത്തിൽ നിന്ന് മന്ന പൊഴിയും. അവൻ പ്രാർത്ഥിച്ചാൽ അഗ്നിസ്തംഭം എന്തൊക്കെ വേണോ അതൊക്കെ വരും. അവൻ പാറയടിച്ച വെള്ളം വരും.
ഒരു ശുശ്രൂഷ പോലും ഇന്നേ വരെ ചെയ്യാത്ത, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു പനിക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കാത്ത ഒരു പാസ്റ്ററിനെ അടുത്ത അപ്പോയിന്റ്മെന്റിലേക്ക് സ്വർഗം കൈമാറുകയാണ്. ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് ആത്മാവിൽ കൈമാറാം. യോഗ്യത കണ്ട് തിരഞ്ഞെടുക്കുന്ന ഒരുവനല്ല എൻ്റെ ദൈവം. അയോഗ്യതകളെ യോഗ്യതകളാക്കി മാറ്റി നിന്നെ തിരഞ്ഞെടുക്കുന്നവനാണ് എൻ്റെ ദൈവം. ഇന്ന് ആത്മാവ് ചിലരെ തൊടുന്നു. ഹല്ലേലൂയ. നിന്റെ അയോഗ്യതകളാണ് ഈ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി യോഗ്യതകളായിട്ട് എൻ്റെ ദൈവം കാണുന്നത്. ദൈവത്തിന് ജ്ഞാനിയല്ല വേണ്ടത്, ദൈവത്തിന് ഭോഷത്വമുള്ളവനെയാണ്. ദൈവത്തിന് ബലമുള്ളവനെ അല്ല വേണ്ടത്, ബലഹീനനെയാണ്. ഇല്ല പാസ്റ്റർ, എനിക്ക് കഴിയില്ല പാസ്റ്റർ, ഞാൻ അതിന് യോഗ്യനല്ല. ഒരു വടിയും ഒന്നുമില്ലാതെ ജോഷുവയോട് ദൈവം പറയുകയാണ്, ഇവനാണ് നിനക്ക് പകരക്കാരൻ. യോഗ്യതയുള്ള ഒത്തിരി പേർ ഗോത്രങ്ങൾ ഉൾപ്പെടെ അതിനകത്ത് പ്രബലരായി നിൽക്കുമ്പോൾ അയോഗ്യതയുള്ള ഒരുവനെ സ്വർഗം തിരഞ്ഞെടുത്തു. അത് അടുത്തൊരു വേറൊരു മെസ്സേജാണ്. എന്നാലും ഞാൻ അത് ജസ്റ്റ് ഒന്ന് തുടരാം. ജോഷുവയെ ചുമ്മാ തിരഞ്ഞെടുത്തതല്ല, അവൻ സാന്നിധ്യം വിട്ട് പിരിയാതെ നിൽക്കുന്നവനായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തെ വിട്ട് പിരിയാതെ നിൽക്കാൻ നിങ്ങൾ തയ്യാറായാൽ ആ തെരഞ്ഞെടുപ്പ് നിന്റെ മേൽ വീഴും. സാന്നിധ്യത്തെ വിട്ട് പിരിയാതെ നിൽക്കാൻ, പ്രാർത്ഥനയെ വിട്ട് പിരിയാതെ നിൽക്കാൻ, വചനത്തെ വിട്ട് പിരിയാതെ നിൽക്കാൻ, ആരാധനയെ വിട്ട് പിരിയാതെ നിൽക്കാൻ, വെളിപ്പാടിനകത്ത് നിൽക്കാൻ, ദർശനത്തിനകത്ത് നിൽക്കാൻ നീ തയ്യാറായാൽ ആ തിരഞ്ഞെടുപ്പ് യോഗ്യതയില്ലാത്ത നിന്റെ മേൽ വീഴും. ദൈവരാജ്യത്തിലെ ശുശ്രൂഷയ്ക്ക് യോഗ്യത ഡിഗ്രികളല്ല, സാന്നിധ്യം വിട്ടുപിരിയാതെ നിൽക്കുക എന്നതാണ്. ഒരു ഉദാഹരണം, സീനായ് പർവ്വതത്തിനകത്ത് മോശ ഇരിക്കുകയാണ്. ആരുമായിട്ട്? ദൈവവുമായിട്ട് സംസാരിച്ചിട്ട്. എന്നാൽ പാളയത്തിന് പുറത്ത് ജോഷുവ നിൽക്കുകയാണ്, ഒറ്റയ്ക്ക്. അപ്പുറത്തൊരു കൂട്ടം ജനം നിൽക്കുകയാണ്, അവർ അവരുടെ പരിപാടികൾ. മോശ ദൈവത്തോട് സംസാരിച്ചിട്ട് മടങ്ങി വരുന്നതിനെയും കാത്ത് പാളയത്തിന് പുറത്ത് കൂടാരം വിട്ടുപിരിയാതെ നിന്ന് ജോഷുവയുടെ മേൽ അടുത്തൊരു പകരക്കാരനെ, അടുത്തൊരു നിയോഗത്തെ സ്വർഗം കൈമാറിയതുപോലെ ഇന്ന് പകൽ ഈ സഭയെ വിട്ടുപിരിയാതെ, ആ ദൈവ സാന്നിധ്യത്തെ വിട്ടുപിരിയാതെ, ഇവിടുത്തെ ശുശ്രൂഷകളെ വിട്ടുപിരിയാതെ നിൽക്കുന്ന നിന്റെ മേൽ അടുത്തൊരു ശുശ്രൂഷയുടെ തലങ്ങളെ സ്വർഗം തുറക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. കരമുയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഞാൻ ആ ഭാഗം അങ്ങ് വിടുകയാണ്. ഹല്ലേലൂയ. സ്വർഗം പകരക്കാരെ തേടുകയാണ്. അങ്ങനെ പകരം ഷേത്ത് എന്ന് പറയുന്ന അടുത്ത തലമുറ ജനിച്ചു. പിശാചിൻ്റെ അടുത്ത പദ്ധതി ഷേത്തിനെ തീർക്കുക എന്നതാണ്. പിശാചിൻ്റെ അടുത്ത പദ്ധതി ഷേത്തിനെ തീർക്കുക. ഉറക്കെ പറഞ്ഞ് ഷേത്തിനെ തീർക്കുക. എന്നാൽ നിങ്ങൾ അതിൻ്റെ 26-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ച്. ഷേത്തിന് ഒരു മകൻ ജനിച്ചു, അവന് ഏനോസ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. നിങ്ങൾ ആ പദം ശ്രദ്ധിച്ച് കേൾക്കണം. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. അതിനർത്ഥം കയ്യിൻ്റെ കാലത്ത് ആ യഹോവയുടെ നാമത്തിലുള്ള ആരാധന ഇല്ലായിരുന്നു. എന്തുകൊണ്ട് കയ്യിനെ പിശാച് തൊട്ടു? ആരാധന ഇല്ലായിരുന്നു. എന്തുകൊണ്ട് ഷേത്തിനെ തൊടാൻ പറ്റിയില്ല? ആരാധന ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ പദം ശ്രദ്ധിക്കണം. തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് പകൽ നിന്റെ ഭവനത്തിനകത്ത് ആരാധന തുടങ്ങുക.
തുടങ്ങുക. തുടങ്ങുക, തുടങ്ങുക. പിശാചിന് തൊടാൻ കഴിയാത്തത് നിന്റെ ആരാധനയാണ്. ആരാധനയെ തടയാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഒത്തിരി അന്യാരാധനകൾ പ്രബലപ്പെട്ട് നിൽക്കുന്ന ഈ പട്ടണത്തിനകത്ത് സത്യദൈവത്തെ ആരാധിക്കുന്ന ആരാധനകൾ ശക്തി പ്രാപിക്കട്ടെ. ആരാധനകൾ ശക്തി പ്രാപിക്കട്ടെ. Yes, Shamdara Janama Seneyandana Raba Taka Baziara Loriam Bermeniandana Oh Harmane Yamdal Kavana യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ യൗവനക്കാരെ സ്വർഗം തൊടുകയാണ്. യൗവനക്കാരെ സ്വർഗം തൊടുകയാണ്. ഇതിനകത്തിരിക്കുന്ന ഓ ഹല്ലേലൂയ സ്വർഗം തൊടുകയാണ്. നീ പകരക്കാരനാണ്. നിന്റെ അകത്ത് ആരാധന വെളിപ്പെട്ടാൽ, നിന്റെ അകത്ത് സാന്നിധ്യം വിട്ട് പിരിയാത്ത ആ കാലത്ത് ആരാധന തുടങ്ങി. ആ കാലത്ത് ഷേത്തിനെ പിശാചിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഷേത്തിനെ പിശാചിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൻ സ്വാഭാവിക മരണം. ഹല്ലേലൂയ. ഷേത്ത് പാപത്തിനകത്ത് അകപ്പെട്ടെന്ന് വേദപുസ്തകം പറയുന്നില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ട്? ആരാധന തുടങ്ങി. ആരാധന തുടങ്ങി. ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് കൈമാറാം. ആരാധിക്കുന്നവനെ പിശാചിന് തൊടാൻ കഴിയത്തില്ല. ആരാധിക്കുന്നവനെ പിശാചിന് തൊടാൻ കഴിയത്തില്ല. പ്രവചിക്കുന്നവനെ തൊടാമായിരിക്കാം, പ്രസംഗിക്കുന്നവനെ തൊടാമായിരിക്കാം, ആരാധിക്കുന്നവനെ തൊടാൻ കഴിയത്തില്ല. ആരാധിക്കുന്നവനെ തൊടാൻ കഴിയത്തില്ല. ആരാധിക്കുന്നവനെ തൊടാൻ കഴിയത്തില്ല. ആരാധനയ്ക്കകത്ത് ശക്തി ചലിക്കും, മതിലിടിയും. മഹത്വം കൊടുക്കുന്നു. ഞാൻ ആ ഭാഗം ക്ലോസ് ചെയ്യണം. അടുത്തൊരു ഭാഗം ജസ്റ്റ് ഒന്ന് തൊടാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. പിശാച് പിന്നെയും നോക്കുന്നത് സ്ത്രീയുടെ സന്തതിയെയാണ്. നമ്മളെല്ലാവരും സ്ത്രീയുടെ സന്തതിയായി ജനിച്ചവരാണ്. പിശാചിന് നമ്മളെ ഭയമാണ്. നിങ്ങൾ ആമേൻ പറഞ്ഞില്ല? നമ്മുടെ പെന്തക്കോസ്ത് ഗോളത്തിനകത്ത് മുഴുവൻ പേർക്കും പിശാചിനെയാണ് ഭയം. ഞങ്ങളടുക്കൽ പ്രാർത്ഥനാ വിഷയമായിട്ട് ഏറ്റവും കൂടുതൽ വരുന്നത്, പാസേ ഞങ്ങളുടെ വീട്ടിനകത്ത് ഭയങ്കര പോരാണ്. ഒരു തരത്തിലും പിശാച് ഞങ്ങളെ മുൻപോട്ട് വിടുന്നില്ല. അവിടെ കെട്ടിവെച്ചിട്ടുണ്ട്, ഇവിടെ കെട്ടിവെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മണ്ണിനകത്ത് പ്രശ്നമുണ്ട്, ഞങ്ങളുടെ വീട്ടിനകത്ത് പ്രശ്നമുണ്ട്. അവർ പിശാചിനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പുസ്തകം പറയുന്നു, പിശാചിൻ്റെ തലയെ തകർക്കുന്ന അഭിഷേകം നിന്റെ മേലുണ്ടെന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, വചനമാണോ പിശാചാണോ രണ്ടിലൊന്ന് കാണണം. തൻ്റെ ഇടം ഉണ്ടെങ്കിൽ മാത്രം ആമേൻ പറഞ്ഞാൽ മതി. എൻ്റെ വീട്ടിൽ വചനമാണോ പിശാചാണോ കാണാം. ആരാ ജയിക്കുന്നേന്ന് നിങ്ങൾ ശക്തിയോട് ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ആ വീട്ടിനകത്ത് ഈ വചനം ചലിക്കണം. തല തകർക്കുമെന്നത് യെശയ്യാ പ്രവാചകനോ ഇരമ്യാ പ്രവാചകനോ ദാനിയേലോ ശമൂവേലോ അല്ല, സാക്ഷാൽ യഹോവയാണ്.
ഹല്ലേലൂയ. അങ്ങനെ പിശാച് സ്ത്രീയുടെ സന്തതികളെ മുഴുവൻ തിരയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 25:22. അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാൻ പോയി. യഹോവ അവളോട് 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്നും തന്നെ പിരിയും, ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കും എന്നരുളി ചെയ്തു. അടുത്ത വാക്യം കൂടെ. അവൾക്ക് പ്രസവകാലം തികഞ്ഞപ്പോൾ ഇരട്ട പിള്ളകൾ അവളുടെ ഗർഭത്തിലുണ്ടായിരുന്നു. ഒന്നാമത്തവൻ ചുവന്നവനായി പുറത്തു വന്നു, മേൽ മുഴുവനും രോമം കൊണ്ടുള്ള വസ്ത്രം പോലെ ഇരുന്നു. അവന് ഏശാവെന്ന് പേരിട്ടു. പിന്നെ അവന്റെ സഹോദരൻ പുറത്തു വന്നു, അവന്റെ കൈ ഏശാവിന്റെ കുതികാൽ പിടിച്ചിരുന്നു. അവന് യാക്കോബെന്ന് പേരിട്ടു. അവൾ അവരെ പ്രസവിച്ചപ്പോൾ ഇസഹാക്കിന് 60 വയസ്സായിരുന്നു. കുട്ടികൾ വളർന്നു. ഒരു വാക്യം, ഒരു പദം മാത്രം നിങ്ങളുടെ മുൻപിൽ പ്രസന്റ് ചെയ്യുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. അടുത്ത 10-12 മിനിറ്റുകൾക്കകത്ത് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ഹല്ലേലൂയ. അതിനകത്തൊരു പദം, അവൻ്റെ കൈ ഏശാവിൻ്റെ കുതികാൽ പിടിച്ചിരുന്നു. ഒന്ന് ആമേൻ പറഞ്ഞേ. ഞാൻ വീണ്ടും ആവർത്തിക്കാം. ഞാൻ പറഞ്ഞ ദൂതനല്ല, വചനം പറയുന്ന ദൂതനാണ് നിങ്ങൾ ആമേൻ പറയുന്നത്. ഞാൻ ദൈവാത്മാവിൽ ദൂത് പറയുന്നതിനേക്കാൾ കൂടുതൽ വചനത്തിനകത്തിനാണ് ദൂത് കൈമാറിയത്. ഹല്ലേലൂയ. അതുകൊണ്ട് അതിനകത്ത് ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, അവന്റെ കൈ ഏശാവിന്റെ കുതികാൽ പിടിച്ചിരുന്നു. ഇനിയൊന്ന് ശക്തിയോട് ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ചില കുതികാലുകളെ പിടിക്കാൻ പോകുകയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വേദപുസ്തകത്തിനകത്ത് നിങ്ങൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിച്ചാൽ ആവർത്തിച്ചു വരുന്ന 2 പദങ്ങളുണ്ട്. 2 പദങ്ങൾ, ഒന്ന് യാക്കോബെന്നും 2 ഇസ്രായേൽ എന്നും. ഒന്ന് ആമേൻ പറയാമോ? ഹല്ലേലൂയ. 66 പുസ്തകം നിങ്ങൾ മാറി മാറി വായിച്ചാൽ 2 പദം, യാക്കോബ് ഇസ്രായേൽ, യാക്കോബ് ഇസ്രായേൽ. ഈ 2 പദം ബൈബിളിൽ ഉടനീളം ആ പദം ഇല്ലാത്ത പുസ്തകം തന്നെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലായിടത്തും 2 പേരിൽ ആരെങ്കിലും ഒരാളുടെ പേര് കാണും. ഒന്ന് യാക്കോബ് കാണും, അല്ലെങ്കിൽ ഇസ്രായേൽ കാണും. യാക്കോബാണ് ഇസ്രായേൽ. അപ്പം ഞാൻ എൻ്റെ ചിന്തയ്ക്കനുസരിച്ച് ബൈബിളിൽ ഒരു സാധാരണ വ്യക്തിയല്ല യാക്കോബ്, ഒരു സാധാരണ വ്യക്തിയല്ല യാക്കോബ്. അവനൊരു അസാധാരണ വ്യക്തിയാണ്. അവൻ വാഗ്ദത്തം ചുമക്കുന്നവനാണ്. അങ്ങനെയെങ്കിൽ അവൻ്റെ മേൽ പിശാചിൻ്റെ സ്വാധീനം വലുതായിരിക്കും. അവനെതിരെ പിശാചിൻ്റെ അറ്റാക്ക് വലുതായിരിക്കും. നമ്മൾ ആദ്യത്തെ വാക്യം 22ാമത്തെ വാക്യം വായിച്ചപ്പോൾ, ഗർഭത്തിനകത്ത് 2 തലമുറകൾ തിക്കിയപ്പോൾ അവൾ ഇങ്ങനെയായാൽ ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ ചോദ്യം, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? അങ്ങനെയുള്ള ആരെങ്കിലും ഇന്ന് പകൽ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ അവരോട് മാത്രം ഒരു ദൂത് കൈമാറാം. രാജ്യത്തെ ചലിപ്പിക്കുന്ന ഒരു തലമുറ നിന്റെ ഉദരത്തിനകത്തുണ്ട്. നിങ്ങളോടായിട്ട് ഞാൻ പറയാം, രാജ്യങ്ങളെ ചലിപ്പിക്കുന്ന ഒരു വാഗ്ദത്തം, ഒരു വിളി, ഒരു നിയോഗം നിന്റെ മേലുണ്ട്. അതുകൊണ്ടാണ് ചിലർ ചോദിക്കുന്നത്, ഞാൻ എന്തിന് ജീവിക്കുന്നു? നിനക്കറിയില്ല നീ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്ന്. നിനക്കറിയില്ല നിന്റെ വിളി എന്താണെന്ന്. നിനക്കറിയില്ല നിന്റെ മേൽ കിടക്കുന്ന ദൂതിന്റെ വലിപ്പം എന്താണെന്ന്. ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്ത്. ആരോടാണെന്ന് എനിക്കറിയില്ല, ദൈവാത്മാവ് വ്യക്തമായി ഇടപെടുകയാണ്. നീ ജീവിക്കുന്നത്, നിന്നെ ജീവിപ്പിക്കുന്നത് ദൈവത്തിന്റെ ആഴമേറിയ വിളിയും വലിയ വാഗ്ദത്തങ്ങളും നിന്റെ അകത്തളങ്ങൾക്കകത്ത് ഇന്ന് മറയപ്പെട്ട് കിടക്കുകയാണ്.
അത് പുറത്തു വരാതെ നിന്നെ ഗർഭത്തിനകത്ത് നിന്ന് തന്നെ തീർത്തു കളയാൻ പിശാച് പദ്ധതിയിടുകയാണ്. റിബേക്ക ദൈവത്തോട് ചോദിക്കുകയാണ്, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? ദൈവത്തിന് റിബേക്കയോടുള്ള മറുപടി, നിന്റെ അകത്തൊരു വാഗ്ദത്തമുണ്ട്. അങ്ങനെ ചോദിക്കുന്ന ആരെങ്കിലും ഇന്ന് പകലുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ കൈമാറാം. നിന്റെ അകത്തുള്ള വിളി വലുതാണ്, നിന്റെ അകത്തുള്ള നിയോഗങ്ങൾ വലുതാണ്. ഹല്ലേലൂയ. കരം ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം, ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. 2 തലമുറകൾ ഉദരത്തിനകത്ത് കിടക്കുമ്പോൾ തമ്മിൽ തിക്കി എന്നാണ് വചനം പറയുന്നത്. മറ്റു പരിഭാഷകൾക്കകത്ത് അതിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ ഒത്തിരി വേദപണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ, മറ്റു ട്രാൻസ്ലേഷനുകളിൽ നിന്ന് അവർ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഗർഭത്തിനകത്ത് കിടക്കുമ്പോൾ യാക്കോബ് എന്ന് പറയുന്ന തലമുറയെ ഏശാവ് എന്ന് പറയുന്ന തലമുറ അവൻ്റെ തലയിൽ ചവിട്ടുകയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം സ്വർഗത്തിലെ ദൈവം റിബേക്കയോട് പറഞ്ഞു, നിന്റെ അകത്ത് 2 സന്തതികളുണ്ട്. മൂത്തവൻ ഇളയവനെ സേവിക്കും, മൂത്തവൻ ഇളയവനെ സേവിക്കും. ഈ ദൂതിനകത്ത് യേശാവിന് ബുദ്ധിയുണ്ടോ എന്തോ അറിയില്ല, പക്ഷെ പൈശാചിക തന്ത്രത്തിൽ യാക്കോബിനെ ഉദരത്തിനകത്ത് വച്ച് തന്നെ ആര് ചവിട്ടുകയായിരുന്നു? യേശാവ് ചവിട്ടുകയായിരുന്നു. ഉദരത്തിനകത്ത് വെച്ച് കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ട് ചവിട്ടും. നിങ്ങൾക്കറിയാം, ഭയങ്കരമായിട്ട് ചവിട്ടും. ഈ ചവിട്ടുന്ന ചവിട്ട് മൊത്തം ആരുടെ തലയിലാണ്? യാക്കോബിൻ്റെ തലയിലാണ്. ഞാൻ യേശാവിനോട് ഒരു ദൂത്, യേശാവിനോട് അങ്ങോട്ട് പറയുകയാണ്, നിനക്കകത്ത് വെച്ചേ ചവിട്ടാൻ പറ്റത്തുള്ളൂ, നിനക്കകത്ത് വെച്ചേ ചവിട്ടാൻ പറ്റത്തുള്ളൂ. പക്ഷെ 26-ാമത്തെ വാക്യം നിങ്ങൾ ഒരിക്കൽ കൂടെ ആ വാക്യം വായിക്കും. 26. പിന്നെ അവൻ്റെ സഹോദരൻ പുറത്തു വന്നു, അവൻ്റെ കൈ ഏശാവിൻ്റെ കുതികാൽ പിടിച്ചിരുന്നു. അവന് യാക്കോബ് എന്ന് പേരിട്ടു. അവൾ അവരെ പ്രസവിച്ചപ്പോൾ ഇസഹാക്കിന് 60 വയസ്സായി. നിങ്ങൾ ശ്രദ്ധിച്ച്, അകത്ത് കിടന്നിരുന്ന യാക്കോബ് പുറത്തു വന്നപ്പോൾ അവനെ ചവിട്ടിയ കുതികാലിനെ അവൻ പിടിച്ചു. അവനെ ചവിട്ടിയ കുതികാലിനെ അവൻ പിടിച്ചു. ഹല്ലേലൂയ. കരം ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ. സ്ത്രീയുടെ സന്തതി സാത്താന്റെ തലയെ തകർക്കും. അവൻ നിന്റെ കുതികാലിനെ തകർക്കും. അവൻ നിന്റെ കുതികാലിനെ തകർക്കും. ആരാണോ നിന്റെ കുതികാലിനെ തകർക്കുമെന്ന് പറയുന്നത്, അവന്റെ കുതികാലിനെ പിടിക്കുന്ന ഒരഭിഷേകം, ഒരധികാരം ഇന്ന് പകൽ ഇതിനകത്ത് ചലിക്കുകയാണ്. എത്ര പേർക്കൊന്ന് പകൽ സ്വീകരിക്കാൻ കഴിയും? നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ്, നിന്റെ കുതികാലിനെ തകർക്കുമെന്ന് പറഞ്ഞത്, അവന്റെ കുതികാലിനെ നിന്റെ കൈവെള്ളക്കകത്ത് എന്റെ ദൈവം ഇന്ന് പകൽ കൈമാറുകയാണ്. എല്ലാ തരങ്ങളും തുറന്ന് അല്പ മിനിറ്റുകൾ അന്യഭാഷയിൽ ആത്മാവിൽ പ്രാർത്ഥിച്ച് എല്ലാ കാര്യങ്ങൾ ചേർത്തടിച്ച് നിന്റെ കൈവെള്ളക്കകത്ത് നിന്നെ തകർക്കുമെന്ന് പറയുന്ന കുതികാൽ വരാൻ പോകുകയാണ്. നിന്റെ കുതികാലിനെ തകർക്കുമെന്ന് വെല്ലുവിളിച്ച് ആ പൈശാചിക ആധിപത്യങ്ങളുടെ മേൽ നിന്റെ ജയത്തെ എല്ലാ തരങ്ങളും തുറന്ന്, എല്ലാ തരങ്ങളും തുറന്ന് വാഗ്ദത്തമുള്ളതിനെ തൊടാൻ, വാഗ്ദത്തമുള്ളതിനെ തീർത്തു കളയാൻ, വാഗ്ദത്തങ്ങളെ അടച്ചു വച്ചിരിക്കുന്ന എല്ലാ പിശാചിന്റെ പോർവിളികളും യേശുവിൻ നാമത്തിൽ
ഓ റംബനൻ ജനം ധനാദി അന്തർവേദി ലാദവച്ച വൈഡബാല ശബ്ദരേഖ റിമാന ഹേരയംദേ ലിബാല ഹൽക്കനാദേ റബാരി യംദരേദേ ശബൽ കബാല യംദരേ ലുഡാല വൈശദേരി ലിബാല ഹന്ദരേദ. എല്ലാ ദരങ്ങളും തുറന്ന് അല്പ മിനിറ്റുകൾ അന്യഭാഷയിൽ തന്നെ ശക്തിയോടെ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ കുതികാലിനെ പിടിക്കുന്ന, നിന്നെ തകർത്തു കളയുമെന്ന് വെല്ലുവിളിക്കുന്ന, ആ മേഖലയെ പിടിച്ചൊതുക്കുന്ന ഒരഭിഷേകം, ഒരധികാരം ഇതിനകത്ത് ചലിക്കുകയാണ്. ഒരധികാരം ഇതിനകത്ത് ചലിക്കുകയാണ്. ഒരധികാരം ഇതിനകത്ത് ചലിക്കുകയാണ്. നിന്റെ ആത്മമനുഷ്യനെ, നിന്റെ അകമയുള്ള മനുഷ്യനെ ഇന്ന് പകൽ വചനം ബലപ്പെടുത്തുകയാണ്. വചനം ബലപ്പെടുത്തുകയാണ്. അകമയുള്ള മനുഷ്യൻ ഇന്ന് പകൽ പുതുക്കം പ്രാപിക്കുകയാണ്. നിന്നെ കീഴടക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നത് നിന്റെ കൈക്കകത്ത് വരുന്ന വിധത്തിൽ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കൈമാറിയ ദൂതുകൾക്കായി നന്ദി. ഞങ്ങളുടെ മേൽ വെളിപ്പെടുന്ന അധികാരം, ഞങ്ങളുടെ മേൽ വെളിപ്പെടുന്ന അഭിഷേകം അങ്ങ് കൈമാറിയതാണ്. പിശാച് ഞങ്ങളുടെ നടുവിൽ ഇന്ന് പകൽ കീഴടങ്ങുകയാണ്. നിന്റെ മുൻപിൽ കീഴടങ്ങുകയാണ്. എന്റെ മുൻപിൽ കീഴടങ്ങുകയാണ്. എന്റെ അഭിഷേകത്തിന്റെ മുൻപിൽ, ഞങ്ങൾ കൈമാറിയ വചനത്തിന്റെ മുൻപിൽ പിശാച് ഇന്ന് പകൽ കീഴടങ്ങുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിന്റെ ദൂതുകൾ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളുടെ ഹൃദയത്തിനകത്ത് ആഴമായി പതിഞ്ഞതിനായി സ്തോത്രം. ധൈര്യമുള്ള, ഉറപ്പുള്ള, ബലമുള്ള, കരുത്തുള്ള, ശക്തിയുള്ള ദൈവമക്കളായി ഈ വചനത്തിൻ്റെ മുൻപിൽ നിൽക്കുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനത്തിൻ്റെ ശക്തിയാൽ നിറയ്ക്കണം. സകലവും പൊന്നുതമ്പുരാൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരം ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഇവിടെ മുഴുകിക്കൊണ്ടിരുന്ന ദൈവശബ്ദത്തിന് മുൻപാകെ സമർപ്പണ മനോഭാവത്തോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരിക്കൽ കൂടെ കടന്നു വരാമോ? പ്രിയദേവദാസനിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ആ വചനം നമുക്ക് ഏറ്റെടുത്ത്, കർത്താവെ, അടിയനോട് സംസാരിച്ചതിനായി നന്ദി എന്ന് കർത്താവിനെ നമുക്ക് നന്ദി പറയാമോ? സ്തോത്രം, സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. ദേവദാസനെ വളരെ ശക്തിയോടെ എടുത്ത് ഉപയോഗിച്ചല്ലോ. ആ കേൾപ്പിച്ച ദൂതിന് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാരംഭമായി നാം കേട്ടല്ലോ, സർപ്പം ഉപായത്താൽ ഹവ്വയെ ചതിച്ചു. ഒരു വൃക്ഷം എന്നാൽ രണ്ടാലോചന. ദൈവം തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ പിശാച് പറഞ്ഞു, നീ തിന്നുന്ന നാളിൽ ദൈവത്തെ പോലെ ആകും. എന്നാൽ ഹവ്വ ദൈവത്തിൻ്റെ വാക്കിനേക്കാളും പാമ്പിൻ്റെ വാക്കിന് ചെവി കൊടുത്തു. പരിശുദ്ധാത്മാ നമ്മെ ഈ ദിവസങ്ങളിൽ ഓർപ്പിച്ചല്ലോ, നാം വചനത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, വ്യക്തികളുടെ വാക്കിനല്ല എന്ന് പരിശുദ്ധാത്മാ നമ്മെ ഓർപ്പിച്ചല്ലോ. നമുക്കൊരു തീരുമാനത്തോടെ കടന്നു വരാമോ? ദൈവമേ, ഞാൻ ഈ വചനം പറയുന്നത് അതുപോലെ അനുസരിക്കുമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് കടന്നു വരാമോ? തോട്ടത്തിൽ പാപം ചെയ്യുന്നവന് സ്ഥാനമില്ല എന്ന് വീണ്ടും നാം കേട്ടല്ലോ. കർത്താവ് വീണ്ടും വരുന്നത് വിശുദ്ധന്മാരെ ചേർക്കുവാനാണ്, പാപികളെ അല്ല എന്ന് നാം കേട്ടുവല്ലോ. നമ്മുടെ ജീവിതത്തിൽ പാപം ഇല്ലാത്തൊരവസ്ഥയിലേക്ക്, പാപത്തെ കീഴടക്കുന്ന കൈനെ എന്നാൽ പിശാച് കീഴ്പ്പെടുത്തി. എന്നാൽ യാക്കോബ് ഏശാവിന്റെ കുതികാൽ പിടിച്ചതുപോലെ തന്നെ പാപത്തെ കീഴടക്കുന്ന ഒരു അഭിഷേകത്താൽ നിറയ്ക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? ദൈവസാന്നിധ്യത്തോട് ചേർന്ന് നിന്ന യോശുവയെ മോശയ്ക്ക് ദേശം എഴുന്നേൽപ്പിച്ചതുപോലെ ദൈവസാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുന്ന അനേകരെ കർത്താവ് പകരക്കാരായി എഴുന്നേൽപ്പിക്കുന്ന ഒരു ദിനമായി തീരുന്നവരെ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് കടന്നു വന്ന്
ആധികാരികമായ ദൈവവചനം ശുശ്രൂഷിച്ച പാസ്റ്റർ സജിത് ബാബു പ്രിയ ദേവദാസനോടെല്ലാം നന്ദി അറിയിക്കുന്നു. വൈകുന്നേര സെഷനിലും പ്രിയ ദേവദാസൻ ഉണ്ടായിരിക്കും. വളരെ ശക്തിയോടെ എടുത്ത് ഉപയോഗിക്കട്ടെ. നാം തുടർന്ന് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ, ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ദൈവജനത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദേവദാസന്മാരെല്ലാം ബലപ്പെടുത്തുന്നതിന് വേണ്ടി നാം ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഇപ്പോൾ പാസ്റ്റർ ഹാബേൽ പ്രിയ ദേവദാസൻ കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ മോർണിംഗ് സെക്ഷൻ അവസാനിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കണ്ണുകളടക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കരുണയുള്ള കർത്താവേ, മനസ്സലിവിൻ്റെ മഹാദൈവമേ, പ്രാർത്ഥന കേൾക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹീതമായ പകൽ ഇന്നും ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയും ഞങ്ങളുടെ മക്കളായ ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുസന്നിധിയിലായിരിക്കാൻ ഇടയാക്കിയതിനായി സ്തോത്രം. കർത്താവ് ദാസിൽ കൂടി മനോഹരമായി ദൈവശബ്ദം കേട്ടല്ലോ കർത്താവേ. ഞങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്ന അന്ധകാര ശക്തികളുടെ വ്യാപനങ്ങളെക്കുറിച്ച് കേട്ടു. ഹല്ലേലൂയ. യഹോവയായ ദൈവം ഹല്ലേലൂയ മനുഷ്യപുത്രനെ വിളിച്ച്, മനുഷ്യ നീ എവിടെ എന്നുള്ള ചോദ്യം കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളും ഹല്ലേലൂയ ആ ചോദ്യം ഏറ്റെടുത്തുകൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഞങ്ങൾ എവിടെയായിരിക്കുന്നു ഓർപ്പിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഹല്ലേലൂയ കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ചെയ്തുകൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കുന്ന നിത്യ ഭവനത്തിന് അവകാശികളായി തീരുവാൻ തക്കവണ്ണം കേട്ട സന്ദേശം അതിനെ മുഖാന്തരമാക്കി തീർക്കണമെന്ന് ഞങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഹല്ലേലൂയ മീറ്റിങ്ങളെ അവിടുന്ന് അനുഗ്രഹമാക്കിയ കൃപകൾക്കായി സ്തോത്രം. ശുശ്രൂഷിപ്പതിൻ്റെ ഭക്തനെ ബലപ്പെടുത്തിനായി സ്തോത്രം. ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കും ഞങ്ങളുടെ മക്കൾ ഇത്രത്തോളം ഹല്ലേലൂയ ഐശ്വര്യമായിട്ട് ബലപ്പെടുത്തിയിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. കർത്താവ് തുടർന്നുള്ള എല്ലാ ഹല്ലേലൂയ മീറ്റിങ്ങളുടെ മേലും ഞങ്ങളുടെ വലിയ സാന്നിധ്യം കൂടെ ഇരിക്കണം. ഇവിടെ ശുശ്രൂഷിക്കുന്ന ബഹുമാനമുള്ള കർത്തദാസന്മാരെ ഞങ്ങളുടെ പൊന്നുകരങ്ങൾക്ക് സമർപ്പിക്കുന്നു. ഇവിടെ കർത്താവ് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പിന്നെയും തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് അവർക്ക് കൊടുത്തിരിക്കുന്ന താല്പര്യം, ഉത്സാഹം അതൊക്കെ നീതിയായി കണക്കിട്ടുകൊണ്ട് ഹല്ലേലൂയ ദൈവ മഹത്വത്തിനും പുകഴ്ചയ്ക്ക് വേണ്ടി നിൽക്കുവാനും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനും നിന്റെ മക്കളെ അവിടെ നിന്ന് ബലപ്പെടുത്തണമേ കർത്താവേ. ഇത്രത്തോളം ഈ ഉപവാസ പ്രാർത്ഥന അനുഗ്രഹമാക്കിയ നല്ല കർത്താവിന് സകലമാനവും മഹത്വവും ഞങ്ങൾ തിരുമേനിക്ക് തരുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ പ്രാർത്ഥിച്ച ദേവദാസനോടെല്ലാം നന്ദി അറിയിക്കുന്നു. സമാധാനത്തോടെ കടന്നു പോകാം. രാത്രി യോഗം കൃത്യം 6:30 തന്നെ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതാണ്. പാസ്റ്റർ സജിത് ബാബു പ്രിയ ദേവദാസൻ രാത്രി സെഷൻ നമ്മുടെ മധ്യ ഉണ്ടായിരിക്കുന്നതാണ്. വളരെ പ്രാർത്ഥനയോടെ കടന്നു വരാം.